ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഗാ റിവിഷൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും ബുക്കൊക്കെ തുറന്ന് നല്ല കോൺസെൻട്രേഷനിലിരിക്കുക കേട്ടോ. നമ്മൾ ബ്ലോക്ക് 3യും ബ്ലോക്ക് 4ഉം ആണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ ബ്ലോക്ക് 3യിലെ യൂണിറ്റ് 1 സ്പീക്കിംഗ്. സ്പീക്കിംഗ് ഇസ് ദി മോസ്റ്റ് എഫക്റ്റീവ് വേ ടു കമ്മ്യൂണിക്കേറ്റ്. സ്പീക്കിങ്ങിലൂടെ നന്നായി സ്പീക്ക് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക, അതിൽ 3-4 പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. സിമ്പിളാണ്, എന്താണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കരിയർ എൻഹാൻസ്മെൻറ്റ്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, സോഷ്യൽ കണക്ഷൻ, ലീഡർഷിപ്പ് സ്കിൽസ്, വൊക്കാബുലറി, ഫ്ലുവൻസി, ഇൻഫോം, കൺവിൻസ്, ഡയറക്റ്റ്. കണ്ടോ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് എല്ലാം. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Then the primary purpose of a speech is to deliver a message to the audience. ഓഡിയൻസിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യുക, ഇൻഫോർമേഷൻ ആവട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ, എന്താണെങ്കിലും ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് സ്പീച്ചിലൂടെ സ്പീച്ചിലൂടെ മെയിൻ ആയിട്ടുള്ളൊരു എയിം ഉള്ളത്. ദെൻ speeches have the power of touching hearts. We shall look at the speeches in 3 different ways. പലരും സ്പീച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത്രയും ആഴ്ന്നിറങ്ങാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഉള്ള ആൾക്കാരുണ്ട് അല്ലേ. ദെൻ 3 ways ഓഫ് സ്പീച്ചസ് ആണ്. 3 വേസിലാണ് നമ്മൾക്ക് സ്പീച്ചസിനെ നോക്കിക്കാണാൻ പറ്റുക. ഏതൊക്കെ രീതിയാണ്? അക്കോർഡിംഗ് ടു ഡെലിവറി, അക്കോർഡിംഗ് ടു പർപ്പസ്, അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. ഡെലിവറി അനുസരിച്ചും ഏത് രീതിയിലാണ് ഡെലിവർ ചെയ്യുന്നത് അനുസരിച്ചും, പർപ്പസ് അനുസരിച്ചും, അതേപോലെ തന്നെ ഏതൊക്കെ ഒക്കേഷൻസിനാണ് എന്നത് അനുസരിച്ചും, അങ്ങനെ 3 രീതിയിൽ നമുക്ക് സ്പീച്ചസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ടൈപ്സ് ഓഫ് സ്പീച്ച് അക്കോർഡിംഗ് ടു ദി ഡെലിവറി. അങ്ങനെ ഡെലിവറി അനുസരിച്ചിട്ട് സ്പീച്ചിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? 3ആയിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്തു, ഇനി ഓരോന്നിനെയും സെപ്പറേറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഡെലിവറി അനുസരിച്ചിട്ട് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം? 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഇംപ്രോപ്റ്റ് സ്പീക്കിംഗ്, എക്സ്റ്റംപറേനിയസ് സ്പീക്കിംഗ്, മനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്, മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്. ഫസ്റ്റ് വൺ ഇംപ്രോപ്റ്റ് സ്പീക്കിംഗ്. ഇംപ്രോപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ, മുൻകരുതലൊന്നും ഇല്ലാതെ പോയി സ്പീക്ക് ചെയ്യുന്നതിനാണ് ഇംപ്രോപ്റ്റ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നോട്ട് പ്ലാൻഡ് ആണ്, അവിടെ പോയിട്ട് നിന്നിട്ട് സ്പോണ്ടേനിയസ്ലി നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് പറയുന്നതാണ് ഏത്? ഇംപ്രോപ്റ്റ് സ്പീക്കിംഗ്. ലാക്ക് സഫിഷ്യൻറ്റ് ടൈം ഫോർ പ്രിപ്പറേഷൻ. അതായത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അധികമൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഇംപ്രോപ്റ്റ് സ്പീക്കിംഗ് ഉപയോഗിക്കാം. ദെൻ എക്സ്റ്റംപറേനിയസ് സ്പീക്കിംഗ്. എക്സ്റ്റംപറേനിയസ് സ്പീക്കിംഗ് നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രിപ്പയർഡ് ആൻഡ് പ്ലാൻഡ്. അതായത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെ പറയണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് പോയി പറയുന്നതാണ് എന്ത്? എക്സ്റ്റംപറേനിയസ് സ്പീക്കിംഗ്. പക്ഷേ എക്സ്റ്റംപറേനിയസ് സ്പീക്കിങ്ങിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അതിലൊരു നോട്ട്സോ കാര്യങ്ങളോ ഒന്നും നോക്കി വായിക്കാതെയാണ്. അതായത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഏതൊക്കെ നോട്ട്സ് ആണെന്നുള്ളത് ആ നോട്ട്സ് ഒന്നും ഇല്ലാതെയാണ്, ഒന്നും റെഫറൻസ് ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റംപറേനിയസ് സ്പീക്കിങ്ങിൽ സംസാരിക്കുന്നത്. ദെൻ മനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ് മെയ്ഡ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് എ മനുസ്ക്രിപ്റ്റ്. അതായത് നോക്കി വായിക്കുക, കംപ്ലീറ്റ് ആയിട്ട് നോക്കി വായിക്കുന്നതാണ് ഏതിൽ വരുന്നത്? മനുസ്ക്രിപ്റ്റ് സ്പീക്കിങ്ങിൽ വരുന്നത്. ദി സ്പീക്കർ പേസ് ഹിസ് ഓർ ഹെർ കംപ്ലീറ്റ് attention on the printed page while delivering this kind of speech. It is not an effective type. കാരണം എന്താണ്? നോക്കി വായിക്കുമ്പോൾ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ഐ കോണ്ടാക്റ്റ് വരുന്നില്ല, ഓഡിയൻസിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല, ഒന്നും വരുന്നില്ലല്ലോ മനുസ്ക്രിപ്റ്റിൽ. സോ മനുസ്ക്രിപ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവ് അല്ലാത്ത ടൈപ്പ് ഓഫ് സ്പീച്ചിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. ലോസിങ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഓഡിയൻസ്. ഗ്രേറ്റർ പോസിബിലിറ്റി ആണ് അതിന് ഇൻട്രസ്റ്റ് കുറയാൻ. കാരണം എന്താണ്? അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രിൻറ്റഡ് പേജിൽ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നത്, യാതൊരു ഐ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇൻറ്ററാക്ടിവിറ്റിയോ ഒന്നുമില്ല. അപ്പോൾ എന്താണ്? ഓഡിയൻസിന് ഇൻട്രസ്റ്റ് കുറയാനുള്ള ചാൻസ് എന്താണ്? കൂടുതലാണ്. ദെൻ മെമ്മറൈസ്ഡ് സ്പീക്കിംഗ്. മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. കയ്യിലൊരു പേജ് ഉണ്ടാവും, എന്നാലും കൂടുതൽ നേരവും ഐ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ട്, ഓഡിയൻസിനെ നോക്കിക്കൊണ്ട് പറയുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അതല്ലാതെ ആ പേജിൽ തന്നെ നോക്കി വായിക്കുകയാണെങ്കിൽ അത് മനുസ്ക്രിപ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അതൊരു എഫക്റ്റീവ് വേ അല്ലാതെ ആയിട്ട് മാറും. ദെൻ ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു ദി പർപ്പസ്. അപ്പോൾ ഡെലിവറി അനുസരിച്ചിട്ടുള്ള സ്പീച്ചസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ദെൻ പർപ്പസ് അനുസരിച്ചിട്ട് സ്പീച്ചിനെ എത്ര രീതിയിൽ? അതും 4 രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വൺ പെർസ്വാസീവ് സ്പീച്ച്, സെക്കൻഡ് വൺ ഇൻഫോർമേറ്റീവ് സ്പീച്ച്, തേർഡ് വൺ ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്, ഫോർത്ത് വൺ എൻ്റർടൈനിങ് സ്പീച്ച്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഈ ഒരു സ്പീച്ചസിൻ്റെ കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് മുതലേ ഡെലിവറി, പർപ്പസ് ആൻഡ് ഏതൊക്കെ ഒക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. ഇനി അത് 3ഉം എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡെലിവറി അനുസരിച്ചിട്ടുള്ളത് നമ്മൾ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. പിന്നെന്താണ്? പർപ്പസ് അനുസരിച്ചിട്ടുള്ളത് ഇനി 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഏതൊക്കെയാണ്? പെർസ്വാസീവ്, ഇൻഫോർമേറ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ്, എൻ്റർടൈനിങ്. ദെൻ ഫസ്റ്റ് വൺ പെർസ്വാസീവ്. നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞതാണ്. പെർസ്വാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നിർബന്ധിപ്പിക്കുന്ന രീതിയിലുള്ളത് എന്നാണ് പെർസ്വാസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത് എന്നൊക്കെയാണ് പെർസ്വാസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺവിൻസ് ദി ഓഡിയൻസ്, ചേഞ്ച് ദി ഓഡിയൻസ് ബിലീവ്സ്, വാല്യൂസ് ഓർ വ്യൂസ് ഓൺ എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്, മോസ്റ്റ് ഡിഫിക്കൽട്ട് വേ ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വൺ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ സൊസൈറ്റി വ്യൂ ചെയ്യുന്നത് അവരുടെ വ്യൂ പോയിന്റ് വേറെ ആയിരിക്കും. പക്ഷേ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് ചിന്തിക്കൂ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് മാറൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ
ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള സ്പീച്ചസ് ഉണ്ടല്ലോ, അതാണ് ഇതിൽ വരുന്നത്. പെർസ്വാസീവ് സ്പീച്ചിൽ വരുന്നത്. ആൾക്കാരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ഒരു ഹാർഡസ്റ്റ് തിങ് ആണ്. പക്ഷേ കൺവിൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വൺ ഏതാണ്? പെർസ്വാസീവ് സ്പീച്ച് ആണ്. ദെൻ സെക്കൻഡ് വൺ ഇൻഫോർമേറ്റീവ് സ്പീച്ച്. പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇൻഫോർമേഷൻ പകർന്നു കൊടുക്കുക, ആ രീതിയിലുള്ളതാണ് ഏത്? ഇൻഫോർമേറ്റീവ് സ്പീച്ച്. യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് എല്ലാം ഓഡിയൻസിന് പകർന്നു കൊടുക്കുക, അതാണ് ഇതിൽ വരുന്നത്? ഇൻഫോർമേറ്റീവ് സ്പീച്ചിൽ വരുന്നത്. ദെൻ തേർഡ് വൺ ഡിമോൺസ്ട്രേറ്റീവ് സ്പീച്ച്. ഡിമോൺസ്ട്രേറ്റീവ് സ്പീച്ചിൽ മെയിനായിട്ടും നമ്മൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ലാതെ എന്തെങ്കിലും ഒരു വിഷ്വൽ എയ്ഡ് കൂടി പ്രൊജക്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷ്വൽ എയ്ഡ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആക്ഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈഫിലെ ഗോൾസ് എല്ലാം എങ്ങനെ അറ്റൈൻ ചെയ്യണം എന്ന് ഒരു രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കുന്ന സ്പീച്ചാണ് എന്ത്? ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച് എന്ന് പറയുന്നത്. ദെൻ എൻ്റർടൈനിങ് സ്പീച്ച്. പേര് പോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചില മോട്ടിവേഷൻ ക്ലാസ്, അഭിഷാദ് ഗുരുവായൂരിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അത് കാണേണ്ടത്. എൻ്റർടൈൻമെൻറ്റ് സ്പീച്ചിൽ ആ കാറ്റഗറിയാണ് വരുന്നത്. ദെൻ ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. അതായത് 3 രീതിയിലാണെന്ന് പറഞ്ഞു. ഡെലിവറി ആൻഡ് പർപ്പസ്, സ്പെഷ്യൽ ഒക്കേഷൻ. അതിൽ ഡെലിവറിയിലും 4 രീതിക്ക് ക്ലാസിഫൈ ചെയ്തു, പർപ്പസും 4 രീതിക്ക് ക്ലാസിഫൈ ചെയ്തു. ഇനി സ്പെഷ്യൽ ഒക്കേഷൻ അനുസരിച്ചിട്ട് എത്ര രീതിയാണ്? 8 കോമൺ ടൈപ്സ് ആണ്. 4 അല്ല, 8 കോമൺ ടൈപ്സ് ആണ് വരുന്നത്. First one, introduction. In order to introduce a speaker who is going to deliver a speech, by this attention of the audience is invited towards the main speaker, usually short and brief. അതായത് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗസ്റ്റിനെ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ, ആ ഒരു സ്പീച്ചാണ് ഇതിൽ വരുന്നത്, ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. ദെൻ പ്രസൻറ്റേഷൻ. ഡെലിവേർഡ് അറ്റ് അവാർഡ് ഫങ്ഷൻസ് where a person presents an award or distributes a prize. Moment of recognition to the recipient's achievement. അതായത് ഒരാൾ ഇപ്പോൾ അവാർഡ് ഫങ്ഷൻസിലൊക്കെ അവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആളിനെ വിളിക്കുന്ന രീതി ഉണ്ടല്ലോ, അതായത് ഇന്ന ആൾക്കാണ് അവാർഡ് കിട്ടിയത്, ഇന്ന ആൾ ഈ ഒരു രീതിയിലുള്ള അച്ചീവ്മെൻ്റ് ആണ് നേടിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നതാണ് പ്രസൻറ്റേഷൻ സ്പീച്ചിൽ വരുന്നത്. അവാർഡ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ അവാർഡ് കൊടുക്കുന്ന ആൾ പറയുന്നതാണ് ഇത് പ്രസൻറ്റേഷൻ. ദെൻ ടോസ്റ്റ്. ഇറ്റ് ഈസ് എ ബ്രീഫ് കമൻറ്റേഷൻ ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ എനി വൺ ടു അപ്രീഷിയേറ്റ് ഓർ ഓണർ പീപ്പിൾ. അതായത് ആദരിക്കുന്ന ചടങ്ങിലൊക്കെ നമ്മൾ പറയുന്ന സ്പീച്ചാണ് ഏത്? ടോസ്റ്റ്. അത് ബ്രീഫായിരിക്കും, ചുരുക്കത്തിലാണ് നമ്മൾ പറയുക. ദെൻ roast. Speech of tribute and humorous teasing on the person who is being honored. Speaker praises the person for his or her noteworthy achievement. അതായത് അത്രയും ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം കൈവരിച്ച ആളെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ, ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ആദരിക്കുന്ന, അവർക്ക് വേണ്ടി ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്പീച്ചാണ് എന്ത്? റോസ്റ്റ്. ഫിഫ്ത്ത് വൺ, ആക്സെപ്റ്റൻസ്. ജസ്റ്റ് ആക്സെപ്റ്റഡ് ബൈ ദി അവാർഡ്. ദി പേഴ്സൺ ഹു ജസ്റ്റ് ആക്സെപ്റ്റഡ് ബൈ ദി അവാർഡ്. അതായത് അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ഈ അവാർഡ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആ ഒരു സ്പീച്ച് ഉണ്ടല്ലോ, അതാണ് ഇതിൽ വരുന്നത്, ആക്സെപ്റ്റൻസിൽ വരുന്നത്. ദെൻ കൊമമറേറ്റീവ് സ്പീച്ച്. ദിസ് കൈൻഡ് ഓഫ് സ്പീച്ചസ് ആർ പ്രസൻറ്റഡ് അറ്റ് കോൺഫറൻസസ്, കോൺക്ലേവ്സ്, സെമിനാർസ് ഓർ മീറ്റിംഗ്സ് ടു കോംപ്ലിമെൻറ്റ് ടു അപ്ലോഡ് സംവൺ ഓർ സംതിങ്. അതായത് എന്തെങ്കിലും അനുസ്മരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ സെമിനാർസിലോ ഒക്കെ പ്രസൻറ്റ് ചെയ്യില്ലേ, അതാണ് ഏത് സ്പീച്ച്? കൊമമറേറ്റീവ് സ്പീച്ച് എന്ന് പറയുന്നത്. ദെൻ സെവൻത്ത് വൺ, ഫെയർവെൽ. പേര് പോലെ തന്നെ ഫെയർവെല്ലിന് പറയുന്ന സ്പീച്ചാണ് ഫെയർവെൽ. അതായത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ആരെങ്കിലും ലീവ് ചെയ്യുന്ന ഒരു സമയത്ത് പറയുന്നതാണ് ഇത് ഫെയർവെൽ സ്പീച്ച്. വെൻ സമൺ ലീവ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ or organization or farewell functions, it is a planned goodbye speech. ഒരു planned goodbye speech ഏതാണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം 1 മാർക്കിന്. ഏതാണ്? ഫെയർവെൽ ആണ്. തിയോളജി. Delivered at funeral and memorial ceremonies to glorify the person who has just passed away. അതായത് മരണാനന്തര ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ കണ്ടോലസൻസ് നൽകുന്ന രൂപത്തിലുള്ള ഒരു സ്പീച്ചാണ്. അതായത് മരിച്ചുപോയ ആളെ പറ്റി ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു സ്പീച്ചാണ് എന്തെന്ന് പറയുന്നത്? തിയോളജി എന്ന് പറയുന്നത്. ദെൻ സ്പീക്കിംഗ് ടു ദി മിറർ. ആ 8 ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ സ്പീക്കിംഗ് ടു ദി മിറർ. സ്പീക്കിംഗ് ടു ദി മിറർ എന്ന് പറയുന്നത് ഒരു മെത്തേഡ്സ് ആണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് സംസാരത്തിലുള്ള ആ ഒരു ഫ്ലുവൻസി വർദ്ധിപ്പിക്കാനും നമുക്ക് നമ്മളോട് തന്നെയുള്ള ആ ഒരു ഡൗട്ട്, ടാലൻറ്റ് കുറവാണോ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവാണോ എന്നുള്ള ഡൗട്ടൊക്കെ മാറി എന്ത് ചെയ്യാൻ, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും അതേപോലെ തന്നെ എല്ലാം ഡെവലപ്പ് ചെയ്ത്, അതായത് ലാംഗ്വേജ് സ്കില്ലായാലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഈ സ്പീക്കിംഗ് ടു ദി മിറർ, അതായത് കണ്ണാടി നോക്കി സംസാരിക്കുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മിറർ ടെക്നിക് ക്യാൻ ബൂസ്റ്റ് അവർ സെൽഫ് കോൺഫിഡൻസ്. ദിസ് ഈസ് എ വെരി കോമൺ എക്സസൈസ് ടു എൻഹാൻസ് കോൺഫിഡൻസ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. ദെൻ എന്തൊക്കെയാണ് മിററിൽ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഫേസിങ് ദി മിറർ, സേ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ഐ ആം യൂണീക്ക്, ഐ ആം സെൽഫ് കോൺഫിഡൻറ്റ്, ഐ ആം ഏബിൾ ടു കൺട്രോൾ മൈ മൈൻഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞതാണ്, റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
കണ്ണാടി നോക്കിയിട്ട് ആ കുട്ടി പറയണത് ശിവദർശിനി ബിലീവ് യുവർ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു റീലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളും കണ്ണാടിയെ നോക്കിയിട്ട് എന്ത് പറയുക, ഈ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയാം. ദെൻ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സ്പീക്കിംഗ് ടു ദി മിറർ? അങ്ങനെ കണ്ണാടി നോക്കി സംസാരിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? യു വിൽ ബി മോർ പോസിറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്, ആക്സെപ്റ്റ് യുവർ ഗുഡ് ക്വാളിറ്റി, റിയലൈസ് ഹൂ യു ആർ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. യു വോണ്ട് ഹാവ് ഫിയർ ടു ലുക്ക് പീപ്പിൾ ഇൻ ദി ഐസ്, യു വിൽ ബി മോർ ഫേം ആൻഡ് സ്ട്രോങ്. അതായത് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുക, അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയി മാറാനും എന്തിലൂടെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഈ കണ്ണാടി നോക്കി സംസാരിക്കുന്നതിലൂടെ, സ്പീക്കിംഗ് ടു ദി മിറർ മെത്തേഡിലൂടെ സഹായകമാകും എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് യുവർ ഓഡിയൻസ്, അതായത് ഏത് ഓഡിയൻസിലേക്കാണോ നമ്മൾ എന്ത് പോസ്റ്റ് ആണെങ്കിലും ഏത് ഓഡിയൻസിലേക്കാണോ എത്തിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓൺലൈൻ അല്ലാതെയുള്ള സ്പീച്ചസ് ആണെങ്കിലും ഏതാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്പീച്ച് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എ സ്പീക്കർ നീഡ്സ് ടു ബി പ്രിപ്പയർ ടു കമ്മ്യൂണിക്കേറ്റ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്. അതായത് പല രീതിയിലുള്ള ആൾക്കാരെയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾക്ക് ഓഡിയൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ എല്ലാവരുമായിട്ടും, മുതിർന്നവരുമായാലും താഴെയുള്ളവരുമായാലും എല്ലാവരായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഫ്യൂ ഫാക്ടേഴ്സ് ദാറ്റ് ഡിഫൈൻ ദി ഓഡിയൻസ്: their understanding or the familiarity with the subject, their task or role, what they will do with the information from the speech, their position, whether the audience is part of any situation, institution or organization, their position related to the speaker, whether the audience is peer, superior or subordinate. അതായത് ഓഡിയൻസ് ഏതൊക്കെ രീതിയിലാണ് ഗ്രീറ്റ് ചെയ്യേണ്ടതെന്നാണ്, ഏതൊക്കെ രീതിയിലാണ്, അതായത് ഈ ഒരു സ്പീച്ച് കേട്ടതിലൂടെ അവർക്ക് എന്ത് ഇൻഫോർമേഷനാണ് നൽകാൻ പറ്റുക, അവർക്ക് എന്ത് യൂസ് ആണ് ഉണ്ടാവുക, അതേപോലെ തന്നെ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഒക്കെ ഭാഗമായിട്ടുള്ള ഓഡിയൻസ് ആണോ, ഇനി എന്താണ് നമ്മുടെ താഴെയുള്ളതാണോ മേലെ ഉള്ളതാണോ, അതായത് സബോർഡിനേറ്റ്സ് ആണോ സുപ്പീരിയർ ആണോ, എങ്ങനത്തെ ടൈപ്പ് ഓഡിയൻസ് ആണ് എന്നുള്ളതൊക്കെ ഓഡിയൻസിന് ആദ്യം തിരിച്ചറിയാനുള്ള കഴിവാണ് ഒരു സ്പീക്കറിന് ആദ്യം വേണ്ടത്. ദെൻ ഓഡിയൻസ് ആരാണ്? നമ്മളെ കേൾക്കുന്ന, നമ്മളെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, നമുക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. An audience is a group of people who assemble together to listen to the speaker. The audience can communicate face to face or through computers, cell phones or other media. Based on the nature of the audience, they can be classified into 4 types. അതായത് ഓഡിയൻസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് ഓഡിയൻസ് ആണുള്ളത്? ഹോസ്റ്റൈൽ audience, critical audience, uninformed audience, sympathetic audience. Hostile, critical, uninformed, sympathetic. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫസ്റ്റ് വൺ ഓഡിയൻസ്, ഓഡിയൻസ് അല്ല, ഹോസ്റ്റൈൽ ഓഡിയൻസ്. സിമ്പിളാണിത്. ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായാൽ മതി. ദിസ് ഓഡിയൻസ് ഡസ് നോട്ട് ലൈക്ക് ലിസണിങ് ടു യു. അതായത് നമ്മൾ പറയുന്ന വലിയൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കാനുള്ള ആ ഒരു ക്ഷമയില്ലാത്ത ആൾക്കാരാണ് ഏതിൽ വരുന്നത്? ഹോസ്റ്റൈൽ ഓഡിയൻസിൽ വരുന്നത്. ഈ ഓഡിയൻസിനെ എങ്ങനെ കയ്യിലെടുക്കാം എന്നുള്ള ടിപ്പാണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? യൂസ് ഹ്യൂമർ, എൻഗേജ് ദം ആസ്കിങ് ക്വസ്റ്റ്യൻസ്, യൂസ് പ്ലെൻറ്റി ഓഫ് റെഫറൻസസ് ആൻഡ് ഫാക്ട്സ്, വർക്ക് ഹാർഡ് ഓൺ ഡെവലപ്പിംഗ് ട്രസ്റ്റ്. അതായത് തമാശയുള്ള, എൻ്റർടൈൻമെൻറ്റുള്ള, നമ്മൾ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഹ്യൂമറൊക്കെ കൊണ്ടുവരാൻ നോക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക അവരും കൂടി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അവരും കൂടി എൻഗേജ്ഡ് ആണെന്നുള്ള തോന്നൽ കൂടി അവർക്ക് വരുത്താം. ദെൻ ക്രിട്ടിക്കൽ ഓഡിയൻസ്, സെക്കൻഡ് ടൈപ്പാണ് ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് ഓഡിയൻസ് ക്യാൻ ബി സീൻ അറ്റ് ദി ടെക്നിക്കൽ കോൺഫറൻസസ് ഓർ മീറ്റിംഗ്. യു ക്യാൻ യൂസ് ദി ഫോളോയിങ് ടെക്നിക്സ്. ഇങ്ങനെയുള്ള ഓഡിയൻസിനെ എങ്ങനെ കയ്യിലെടുക്കാം എന്നതാണ് അടുത്ത പോയിന്റ്സ്. ഏതാണ്? പ്രസൻറ്റ് വിത്ത് പ്ലെൻറ്റി ഓഫ് എവിഡൻസ് വിത്ത് സ്ട്രോങ് റെഫറൻസസ്. ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്താണ്? അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് അൺഇൻഫോംഡ്, ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ അവരെ ഡീൽ ചെയ്യാൻ പറ്റില്ല. ക്രിട്ടിക്കൽ ഓഡിയൻസിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല, കുറച്ച് പാടാണ്. എന്താണ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്രൂട്ടിനൈസ് ചെയ്ത ഒരു കാര്യം, അതായത് അത്രയും സൂക്ഷ്മമായി ഒരു കാര്യത്തെ വെട്ടിമുറിച്ച് നോക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ അവരെടുത്തിട്ട് ഇറക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സ് ഏതൊക്കെയാണ്? പ്രസൻറ്റ് വിത്ത് പ്ലെൻറ്റി ഓഫ് എവിഡൻസ് വിത്ത് സ്ട്രോങ് റെഫറൻസസ്. അതായത് കുറേ അധികം നിങ്ങൾ പറയുന്നതിനെല്ലാം ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഈ റെഫറൻസ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, ഇതാണ് ഇതിൻ്റെ തെളിവ്. അങ്ങനെ തെളിവുകൾ നിരത്താനായിട്ട് ശ്രമിക്കുക. ഏതിൽ? ക്രിട്ടിക്കൽ ഓഡിയൻസിൽ. ആർഗ്യൂ ബോത്ത് സൈഡ്സ് ഓഫ് ദി മാറ്റർ. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം പറയാതെ അതിനെ പറ്റിയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും പറയാനായിട്ട് ശ്രമിക്കാം. ദെൻ പ്രോസ് ആൻഡ് കോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്നാണ് കേട്ടോ. ദെൻ അവോയ്ഡ് എക്സാഗ്രേഷൻ ആൻഡ് സ്റ്റിക്ക് ടു ഫാക്ട്സ്. അതായത് നമ്മൾ ബാക്കിയുള്ള പ്രസംഗങ്ങളിൽ പറയണ പോലെ തള്ളിമറിക്കൽ ഒഴിവാക്കിയിട്ട് എന്താണോ കാര്യം അത് ഡയറക്റ്റായിട്ട് കൺവേ ചെയ്യുക. അല്ലാതെ അതിൽ കൂടുതൽ എക്സാഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തള്ളൽ തന്നെയാണ് ആക്ച്വലി. ആ ഒരു കാര്യത്തെ വലുതാക്കി പറയാമെന്നൊക്കെ പറയില്ല, അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണോ കാര്യം അത് സ്ട്രെയിറ്റ് അവേ ആയിട്ട് പറയാം.
ദെൻ അൺഇൻഫോംഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം എന്നല്ല, ഏതൊരു കാര്യത്തെ പറ്റിയിട്ടും വലിയ അറിവൊന്നും ഇല്ലാത്ത സാധാരണ ആൾക്കാരില്ലേ, അവരെയാണ് ഏതിൽ പറയുന്നത്, അൺഇൻഫോംഡ് ഓഡിയൻസിൽ വരുന്നത്. കോമൺ ടൈപ്പാണ് അവർ. സ്റ്റാർട്ട് യുവർ പ്രസൻറ്റേഷൻ. അവരിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ അവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് സ്പീച്ച് തുടങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ അവരുടെ ആ ഒരു നോളജിൻ്റെ നിലവാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് അവരോട് സ്പീച്ച് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പീച്ച് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ബേസ് മുതലേ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ അൺഇൻഫോംഡ് ആണല്ലോ. ദെൻ മേക്ക് യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ് അല്ലേ. ഇനി ഫോർത്ത് വൺ, സിമ്പത്തറ്റിക് ഓഡിയൻസ് വെരി പോസിറ്റീവ് ആണ്. അതായത് നമ്മളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഓഡിയൻസ് ആണ് ഇതിൽ വരുന്നത്, സിമ്പത്തറ്റിക് ഓഡിയൻസിൽ വരുന്നത്. അവരെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, നമ്മളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ വരുന്നത്, സിമ്പത്തറ്റിക് ഓഡിയൻസിൽ വരുന്നത്. ദെൻ ഓവർകമ്മിങ് ഇൻഹിബിഷൻസ്. കുറേ അധികം തടസ്സങ്ങളുണ്ടാവും. അതായത് കുറേ ആൾക്കാർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുവേദിയിലേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട്, നാണം കൊണ്ട് അവരുടെ ഉള്ളിൽ കഴിവൊക്കെ ഒതുക്കി വെക്കേണ്ട രീതിയൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, മറികടക്കാൻ പറ്റുക. മെനി ഓഫ് us believe that shyness is the natural enemy of the confidence and it can ruin our performance. Following steps enable you to overcome inhibition. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ എങ്ങനെയൊക്കെ നേരിടാം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്സ് വരുന്നത്. എങ്ങനെയാണ്? ഓൾവേസ് പ്രൊവൈഡ് യുവർ ഒപ്പീനിയൻ, എൻഷുവർ യുവർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദി പ്രോഗ്രാം. അതായത് നമ്മുടെ ഒപ്പീനിയൻ എന്താണ്, നമ്മുടെ ഒരു കാര്യത്തെപ്പറ്റി നമ്മുടെ അഭിപ്രായം എന്താണോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. മറ്റുള്ളവർ കളിയാക്കില്ല അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ എന്താണോ അത് കൃത്യമായിട്ട് അവിടെ കൺവേ ചെയ്യാനായിട്ട് നോക്കാം. ഡോണ്ട് ബ്രൂഡ് ഓവർ യുവർ മിസ്റ്റേക്സ് ആൻഡ് ലെറ്റ് തിങ്സ് ഗോ. ഇത് പറയുന്നത് നമ്മൾക്ക് തെറ്റുകൾ വരും, മനുഷ്യന്മാരാണ്. പക്ഷേ തെറ്റുകൾ വരുന്നതിൽ നിന്ന് തെറ്റിൽ തന്നെ ആ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ഒരു തെറ്റ് പറ്റി പോയല്ലോ എന്ന് പറഞ്ഞ് അതിൽ മാത്രം ആലോചിച്ച് അതിൽ മാത്രം അടയിരിക്കരുതെന്നാണ് പറയുന്നത്. ദെൻ ഗ്രാബ് എവറി ഓപ്പർച്യൂണിറ്റി ടു പ്രസൻറ്റ് സംതിങ്. അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കയറി പിടിക്കുക, ഒരു ഓപ്പർച്യൂണിറ്റീസും ഒഴിവാക്കേണ്ടതായിട്ടില്ല. ഫോം നെറ്റ്വർക്ക്സ് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അതായത് നമ്മുടെ കൊളീഗ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ഒപ്പീനിയൻസ് പറയാൻ പറ്റാത്ത രൂപത്തിൽ, അതായത് എന്നൊക്കെ പറയില്ല, എന്തെങ്കിലും പറയുമ്പോഴത്തേനും കളിയാക്കുന്ന നമ്മുടെ വ്യൂ പോയിന്റ് ആ ഒരു പ്രദർശിപ്പിക്കാനായിട്ട് നമുക്ക് മടി വരും. അതായത് കളിയാക്കോ എന്നൊക്കെ പഠിച്ചിട്ട് മടി വരുന്ന സമയത്ത് നമ്മുടെ അതേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരോട് നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും എന്നാണ് പറയുന്നത്. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴുമാണ് അതിൽ അച്ചീവ്മെൻറ്റ് ഉണ്ടാവുന്നത്. സോ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുക. ദെൻ അപ്പോൾ യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. യൂണിറ്റ് 1 അല്ലേ, ബ്ലോക്ക് 3 യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 2, ഓഡിയോ ചാറ്റ്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ്. ഫസ്റ്റ് തന്നെ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ കാരണമുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ്. ഇതിൽ 3 പോയിന്റ്സ് വീതം പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അഡ്വാൻറ്റേജസ് എന്താണ്? ഫാസ്റ്റർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, റീച്ചസ് സെവറൽ പീപ്പിൾ സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം. ദെൻ ഇൻസ്റ്റൻറ്റ് റിസീവിങ് ഓഫ് മെസ്സേജസ്. ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് മെസ്സേജസ് റിസീവ് ചെയ്യാനും അതേപോലെ തന്നെ പെട്ടെന്ന് മെസ്സേജസ് സെൻഡ് ചെയ്യാനും ഒരേ സമയം കുറേ ആൾക്കാരിലേക്ക് എത്തിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഫുൾ ആണ്. ദെൻ ഡിസഡ്വാൻറ്റേജസിൽ എന്തൊക്കെയാണ് വരുന്നത്? പോസിബിലിറ്റി ഓഫ് റോങ് ഇൻ്റർപ്രിട്ടേഷൻ ഓൺലി വിത്തിൻ എ സെർട്ടൻ റേഡിയസ് അറ്റ് എ ടൈം മേ ഡിസ്ട്രാക്ട് പീപ്പിൾസ് അറ്റൻഷൻ. റെഡിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ജസ്റ്റ് ഒരു നോട്ട്ബുക്കിലോ എന്തിലെങ്കിലും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ തന്നെയുള്ള പോയിന്റ്സ് ആണ്, അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ദെൻ ഓഡിയോ ചാറ്റ്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ്. എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കിംഗ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഡിയോ ചാറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. അവിടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയില്ലേ? വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, വോയിപ്പ്. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഇസ് എ വെരി ഫ്ലെക്സിബിൾ ആൻഡ് ചീപ്പ്. ചിലപ്പോൾ ഒരു 2 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏത്? വോയിപ്പ്, ദാറ്റ് ഈസ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഫുൾ ഫോം എഴുതാം. ദെൻ അതെന്താണ്? ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്, അതായത് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഫ്ലെക്സിബിൾ ആൻഡ് ചീപ്പ്. Alternative way of making phone calls. The system is also known as internet telephony, where the physical phone is absent and you can communicate without a telephone handset. ഈ ഒരു സ്ലൈഡിൽ അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ഇൻ്റർനെറ്റ് ടെലിഫോണി ആയിട്ട് അറിയപ്പെടുന്നത് ഏതിനെയാണ്? വോയിപ്പ്, ദാറ്റ് ഈസ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇത് വീണ്ടും പറയണത് ആ മൈൻഡിൽ അത് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ദെൻ
ഓൺലി റിക്വയർമെൻറ്റ് ഹിയർ ഇസ് ആൻ ഇൻ്റർനെറ്റ് ഡിവൈസസ്. അതായത് സ്കൈപ്പ്, വാട്സാപ്പ് ഇതിലൊക്കെ നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള ആക്സസിബിലിറ്റി ഉള്ള, കോൾ ചെയ്യാനുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. അതാണ് വോയിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. Then, but the most popular and prevalent form of audio chat is telephone conversation. Telephone conversation നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഇറ്റ് enables immediate response and is highly interactive. Immediate response, highly interactive. നോട്ട് ചെയ്ത് വെക്കണം ആ പോയിന്റ്സ്. Can be used for long distance communication and to share confidential information. Confidential information എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ, അതായത് എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ മാത്രം രഹസ്യമായിട്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ. ദെൻ കോമൺ ഇൻ ബിസിനസ് ഫേംസ്, എക്സാമ്പിൾ ടെലിഫോൺ മാർക്കറ്റിംഗ് കോൾ ഫ്രം ബാങ്ക് എക്സ്പ്ലെയിനിങ് ദെയർ ന്യൂ ലോൺ സ്കീംസ്. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. എന്താണ്, ഓരോ ബാങ്കിൽ നിന്ന് നമുക്ക് വിളിക്കും, ഇന്ന സ്കീം വന്നിട്ടുണ്ട്, ഇത്ര ലോണിൻ്റെ സ്കീം വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇന്ന അടച്ചാൽ മതി എന്നുള്ള രൂപത്തിൽ നമ്മളെ വിളിക്കും അവർ. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു ടെലിഫോൺ മാർക്കറ്റിങ്ങിന് എക്സാമ്പിളാണ്. Then, etiquettes or protocols to be followed before going for an audio chat. നമ്മൾ കുറേ എഡിക്വറ്റ്സ് പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ലിസണിങ്ങിലുള്ള എഡിക്വറ്റ്സ് പഠിച്ചു. എഡിക്വറ്റ്സ് സിംപ്ലി മീൻ ചെയ്യുന്നത് എന്താണ്? മര്യാദകൾ. ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ. ലിസണിങ് എഡിക്വറ്റ്സ് പഠിച്ചു, കമ്മ്യൂണിക്കേഷൻ എഡിക്വറ്റ്സ് പഠിച്ചു. ഇപ്പോൾ അതാ എന്തിൻ്റെ എഡിക്വറ്റ്സ് വന്നിട്ടുള്ളത്? ഓഡിയോ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ എഡിക്വറ്റ്സ്, എന്തൊക്കെ മര്യാദകൾ പാലിക്കണം എന്ന്. ദി കോൺവെർസേഷൻ ക്യാൻ ബി മീനിങ് ഫുൾ ഓൺലി ഇഫ് ബോത്ത് ദി പാർട്ടീസ് ആർ റെസെപ്റ്റീവ്. ഇതിങ്ങനെ വലിയൊരു ടോപ്പിക്ക്, പുതിയൊരു ടോപ്പിക്കായിട്ട് പഠിക്കാതെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ ഇത്. നമ്മളൊരു ഓഡിയോ ചാറ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ മര്യാദ പാലിക്കണം എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് തന്നെ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതുക. ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. ബോത്ത് ദി പാർട്ടീസ് ആർ റിസെപ്റ്റീവ്, അതായത് രണ്ടാളും ആക്റ്റീവ്ലി ആ ഒരു കോൺവെർസേഷനിൽ രണ്ടാളും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. രണ്ടാളും എന്ത് ചെയ്യണം, പരസ്പരം കേൾക്കാൻ തയ്യാറാവണം. യു ഷുഡ് ആസ്ക് ദി അതർ പേഴ്സൺ വെദർ ഹി ഓർ ഷീ ഹാസ് ഇനഫ് ടൈം ടു ടോക്ക്. അതായത് ബാക്കി നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കാതെ നമ്മളുമായിട്ട് കോൾ ചെയ്യുന്ന ആൾക്ക് കൂടിയും സംസാരിക്കാനുള്ള ടൈം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഓഡിയോ ചാറ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. Active and response positively. One of the important tricks to enhance telephonic communication skills is to record your voice and correct the mistake. അതായത് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അത് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിക്കാം? റെക്കോർഡ് യുവർ വോയിസ് ആൻഡ് കറക്റ്റ് ദി മിസ്റ്റേക്ക്. അതായത് നമ്മുടെ വോയിസ് നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മൾ തന്നെ കേട്ട് നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി വീണ്ടും അത് ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ ഹൗ ടു മേക്ക് എഫക്റ്റീവ് ഓഡിയോ കൺവേർഷൻസ്. എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഓഡിയോ കൺവേർഷൻസ് നടത്തുക? എന്തൊക്കെയാണ് പോയിന്റ്സ് വരുന്നത്? സ്പീക്ക് സ്പെസിഫൈങ് യുവർ ഐഡൻറ്റിറ്റി, റിപ്പീറ്റ് യുവർ പോയിന്റ്സ്, സ്പീക്ക് ക്ലിയർലി, യൂസ് വേർഡ്സ് ദാറ്റ് മേക്ക് സെൻസ്, യൂസ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്, റൈറ്റ് ഡൗൺ നെസസറി പോയിന്റ്സ് ബിഫോർ മേക്കിംഗ് കോൾ. അതായത് ഒരു കോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ആളോട് സംസാരിക്കേണ്ടത് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. അതായത് എഴുതി വെക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അയാൾക്ക് കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുക, സിമ്പിൾ ലാംഗ്വേജസ് യൂസ് ചെയ്യുക. പിന്നെ എന്താണ്, ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറയുക. ദെൻ കമ്മ്യൂണിക്കേഷൻ ടിപ്സ്. ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ദെൻ റിമെമ്പർ ദാറ്റ് ദി അതർ പേഴ്സൺ ഹാസ് നോ നോൺ വെർബൽ സൈൻസ് ഓർ ഗസ്റ്റേഴ്സ്. അതായത് നമ്മൾ ടെലിഫോണിക് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് കുറേ ആക്ഷൻസ് ഒന്നും കാട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എങ്ങോട്ടാണ് നടക്കേണ്ടത് ചോദിച്ചാൽ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കാണുന്നില്ലല്ലോ, നമ്മളുടെ ഗസ്റ്റേഴ്സ് നമ്മുടെ ആക്ഷൻസ് ഒന്നും കാണുന്നില്ലല്ലോ വീഡിയോ ചാറ്റ് പോലെ. അപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വെർബൽ സൈൻസ്, അതായത് നോൺ വെർബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കുറേ രീതിയിലുള്ള ആക്ഷൻസ്, അതെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. വാച്ച് യുവർ ടോൺ ഓഫ് വോയിസ് മെയിൽസ് ഓർ ഓഡിയോ ക്ലിപ്സ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ബ്രീഫ്, സമ്മറൈസ് അറ്റ് ദി എൻഡ്, ആസ്ക് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതായത് ആൾ പറയുന്ന കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ പൊളൈറ്റായിട്ട് ആളോട് ചോദിക്കുമെങ്കിൽ മനസ്സിലായില്ല, ഒന്നുകൂടി അത് വിവരിച്ച് തരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുക. അതേപോലെ തന്നെ നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടാവും, ലാസ്റ്റ് നമ്മൾ എന്താണോ പറഞ്ഞത് എന്നുള്ളത് ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി ദി പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിംഗ്. എങ്ങനെയാണ് സെൽഫ് റെക്കോർഡിംഗ് നടത്തേണ്ടത്, ഏതൊക്കെ ടിപ്സാണ് നോക്കേണ്ടത്? 3 things to be taken care of while speaking a language. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? നോയിങ് ദി ആപ്റ്റ് വേർഡ്സ്, ദാറ്റ് ഇസ് വൊക്കാബുലറി. അതായത് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ് ഒരു വേർഡ്, ആ വേർഡിൻ്റെ മീനിങ് അതൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വൊക്കാബുലറി കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അറേഞ്ചിങ് ദി വേർഡ്സ് ഇൻ ദി കറക്റ്റ് ഓർഡർ, ദാറ്റ് ഇസ്
ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം. അട്ടറിങ് ദി വേർഡ്സ് പ്രോപ്പർലി, പ്രൊനൗൺസിയേഷൻ, നമ്മുടെ പ്രൊനൗൺസിയേഷനും കറക്റ്റ് ആയിരിക്കണം. വൊക്കാബുലറി, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബുലറി, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ, ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ നോക്കേണ്ടത്. ദെൻ ഓൾ ദീസ് പ്രോബ്ലംസ് ക്യാൻ ബി ഓവർകം ബൈ സെൽഫ് റെക്കോർഡിംഗ് സ്ട്രാറ്റജി. അതായത് ഈ ഒരു 3 കാര്യങ്ങളിൽ കുറവുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെൽഫ് റെക്കോർഡിങ്ങിലൂടെ അത് നികത്താനായിട്ട് പറ്റും, അത് ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. Thus we can understanding of our manner of speaking, fluency, timing, accuracy, etc. Once the recording is done, you can work on the following points. എന്തൊക്കെയാണ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒബ്സർവ് ദി സ്പീഡ്, അതായത് നമ്മൾ നല്ല ലാഗായിട്ടാണോ നല്ല സ്പീഡായിട്ടാണോ പറയുന്നത്, നമ്മുടെ സ്പീഡ് ഏതാണെന്നുള്ളത് ഒബ്സർവ് ചെയ്യാനും നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്യാനും. വാച്ച് ഓൺ ദി ഹെസിറ്റേഷൻ ഫ്രേസസ്, അതായത് ഒരാൾ നമ്മളിപ്പോൾ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗ്യാപ്പ് എടുക്കില്ല, അതായത് സംസാരിക്കാനുള്ള ആ ഒരു കുറവ് കാരണം നമുക്ക് എന്തെങ്കിലും ടോപ്പിക്ക് വിഷയദാരിദ്ര്യമൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നീട്ടില്ലേ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹെസിറ്റേഷൻ ഫ്രേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടി, ഹെസിറ്റേഷൻ ഫ്രേസസ് എന്താണ്, ഇങ്ങനെയുള്ള അറ്ററൻസസ്. ദെൻ ചെക്ക് യുവർ ഇൻറ്റോനേഷൻ സ്യൂട്ട് ടു ദി ഇമോഷൻ ഓഫ് ദി വേർഡ്സ് ദാറ്റ് യു യൂസ്. അതായത് വീഡിയോ ചാറ്റ് അല്ല നമ്മൾ ആദ്യം പറഞ്ഞു, ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സൗണ്ടിലൂടെയാണ് നമ്മുടെ ഇമോഷൻസിനെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് നമ്മുടെ സൗണ്ടിലൂടെയാണ്. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് ആണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിലൂടെയാണ് എൻ്റെ ഇമോഷൻസ് എന്താണ്, ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ ഇൻറ്റോനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗണ്ടാണ് കേട്ടോ. അങ്ങനെ സൗണ്ടിൽ ഇമോഷൻസ് വരുത്താനായിട്ട് ശ്രമിക്കാം. ഇഫ് ദേ ഷെയർഡ് ന്യൂ ഇൻഫോർമേഷൻ, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദം ആൻഡ് റെസ്പോണ്ട് ഏബിൾ ടു ലിസൺ ടു ദി വൊക്കാബുലറി. അതായത് നമ്മുടെ വൊക്കാബുലറിയിൽ ലിസൺ ചെയ്തുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ആൾ, അതായത് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെ എന്ത് ചെയ്യാൻ, അവരെന്തെങ്കിലും ഇൻഫോർമേഷൻ പകർന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയാനും അതേപോലെ തന്നെ അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും ശ്രമിക്കുക. ദെൻ സ്റ്റെപ്സ് ഫോർ ബെറ്റർ പ്രൊനൗൺസിയേഷൻ. നമ്മുടെ പ്രൊനൗൺസിയേഷൻ, അതായത് ഉച്ചാരണം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ഉപയോഗിക്കാം. ലിസൺ മോർ ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാണോ പറയുന്നത്, അവരുടെ ഈ ചെറിയ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. നമ്മുടെ വേർഡ്സ് നമ്മൾ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. സ്പീക്ക് മോർ ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. വാച്ച് യുവർ മൗത്ത് പൊസിഷൻ. നമ്മളൊരു വാക്ക് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മൗത്ത് പൊസിഷൻ, അത് കണ്ണാടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആക്കാൻ പറ്റും. ബിവെയർ ഓഫ് സ്പെല്ലിംഗ് ട്രാപ്സ്. അതായത് സ്പെല്ലിംഗ് ട്രാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൽഫബറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡ് തന്നെ മൊത്തത്തിൽ ആ ഒരു വേർഡ് വേറൊരു മീനിങ് ആവുന്ന രൂപത്തിലാണ് കുറേ വേർഡ്സ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സ്പെല്ലിംഗ് ട്രാപ്സ് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. ദി ഫോക്കസ് ഓൺ സ്പെല്ലിംഗ് വിൽ ലീഡ് ടു വൺസ് ടു മിസ്പ്രൊനൗൺസ് മെനി വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. മിസ്പ്രൊനൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തെറ്റായിട്ട് ഉച്ചരിക്കുക, തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയാണ് മിസ്പ്രൊനൗൺസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് സ്പെല്ലിംഗ് അനുസരിച്ച് നമ്മുടെ ആ ഒരു ആൽഫബറ്റിൻ്റെ അതേ ഓർഡറിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പല വാക്കുകളും നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദർ ആർ ലാർജ് നമ്പർ ഓഫ് എക്സലൻറ്റ് ഫ്രീ ടൂൾസ്, വീഡിയോസ്, ഓഡിയോ ലെസൺസ്, പോഡ്കാസ്റ്റ്, വോയിസ് റെക്കോർഡേഴ്സ് എക്സെട്ര. അതായത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്രീ ടൂൾസ് ഏതൊക്കെയാണ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോസ്, ഓഡിയോ ലെസൺസ്, പോഡ്കാസ്റ്റ്, വോയിസ് റെക്കോർഡേഴ്സ് എക്സെട്ര. പോഡ്കാസ്റ്റ് എന്താണ്? പോഡ്കാസ്റ്റ്സ് ആർ എപ്പിസോഡിക് സീരീസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ആൻഡ് ഡിജിറ്റൽ ഓഡിയോ ഫയൽസ് ദാറ്റ് എ യൂസർ ക്യാൻ ഡൗൺലോഡ്. അതായത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ കേൾക്കാൻ പറ്റിയിട്ടുള്ള ഡിജിറ്റൽ ഓഡിയോ ഫയൽസ് ആണ്. ഓരോ എപ്പിസോഡായിട്ട് വരുന്ന സീരീസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ആണ് ശരിക്കും എന്ത്, പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വീഡിയോസ് ആർ വെരി യൂസ്ഫുൾ ഫോർ ലേണിംഗ് ദി പൊസിഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് ദി മൗത്ത്. അതായത് വീഡിയോസ് എങ്ങനെയാണ് ഓഡിയോ കമ്മ്യൂണിക്കേഷനിൽ ബെനിഫിറ്റ് ആവുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് മെയിനായിട്ടും ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത് ഏതാണ്, മൗത്തിൻ്റെ മൂവ്മെൻറ്റ്സ്. അതായത് നമ്മൾ നാവ് എവിടെയൊക്കെയാണോ തട്ടിക്കുന്നത്, എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുകയാണ് വീഡിയോസിലൂടെ. ദെൻ ഓൺലൈൻ റിസോഴ്സസ് ഫോർ പ്രൊനൗൺസിയേഷന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ റിസോഴ്സസ് ഏതൊക്കെയാണ്, യൂട്യൂബ് വീഡിയോസ്, ഓഡിയോ ലെസൺസ് ആൻഡ് പോഡ്കാസ്റ്റ്, ഫ്രീ ഓൺലൈൻ കോഴ്സസ്, വോയിസ് റെക്കോർഡിംഗ് ടൂൾസ് എക്സെട്ര. ഫ്രീ ആയിട്ടും ഉള്ളതുണ്ട്, പേയ്മെൻ്റ് ആയിട്ടും ഉള്ളതുണ്ട്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ കുറേയധികം ചാനൽസ് ഉണ്ട് അല്ലേ. അത് യൂട്യൂബ് വീഡിയോസ്, ഇംഗ്ലീഷ് മാത്രമല്ല ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കാം.
ദെൻ യൂട്യൂബ് വീഡിയോ ലെസൺസ്. നമുക്ക് അറിയുന്ന കാര്യമാണ് യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നമുക്ക് അറിയുന്ന കാര്യമല്ലേ, ജസ്റ്റ് അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ് ഈ ഒരു യൂണിറ്റ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ വൺ വേർഡ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ സിമ്പിളാണ് കേട്ടോ. ദി അഡ്വാൻറ്റേജ് ഓഫ് വീഡിയോ റിസോഴ്സസ് ഈസ് ദാറ്റ് യു ക്യാൻ കറക്റ്റ് മൗത്ത് പൊസിഷൻസ് ക്ലിയർലി. നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ് ഈ വീഡിയോയിൽ തന്നെ അല്ലേ. റിപ്പീറ്റ് സെക്ഷൻസ്, യു ക്യാൻ സെർച്ച് ആൻഡ് ഫൈൻഡ് വീഡിയോസ് ബൈ അഡ്ജസ്റ്റിംഗ് ദി സ്പീഡ് ഇൻ വീഡിയോസ് യു ക്യാൻ സ്ലോ ഡൗൺ ദി വീഡിയോ. ഫസ്റ്റ് തന്നെ എന്താണ് നമ്മുടെ മൗത്തിൻ്റെ ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും വീഡിയോസിലൂടെ. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും, നമുക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ എന്താണ് സ്പീഡ്, പ്ലേ ബാക്ക് സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ട് യൂട്യൂബ് വീഡിയോ ലെസൺസിൽ എഴുതാം. ഓഡിയോ ലെസൺസ് ആൻഡ് പോഡ്കാസ്റ്റ്, ബെറ്റർ റിസൾട്ട്സ് ഇൻ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ്മെൻറ്റ്, ദേ ക്യാൻ എൻഹാൻസ് യുവർ ലിസണിങ് സ്കിൽ ആസ് വെൽ. ഓഡിയോ പോഡ്കാസ്റ്റ് കേൾക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലിസണിങ് സ്കിൽ, നമുക്ക് ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവ് കൂടി ബെറ്റർ ആക്കാൻ പറ്റുകയാണ്. ദർ ആർ മെനി ഫ്രീ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഓൺലൈൻ ലെസൺസ് ഇൻ ഓഡിയോ ഫോർമാറ്റ്സ്. Podcasts are radio shows, like radio shows അല്ലേ, like radio shows that you can listen. There are thousands of podcasts on numerous topics. പല വിഷയങ്ങളിലായിട്ട് 1000ഓളം പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേഡിയോ ഷോസ് പോലെയുള്ള ഒരു ലിസൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള റിസോഴ്സസ് ആണ് ഏത് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. യു ക്യാൻ യൂസ് പോഡ്കാസ്റ്റ് ടു ഇംപ്രൂവ് യുവർ ലിസണിങ് സ്കിൽസ്, വൊക്കാബുലറി ആൻഡ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ്, ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. എന്തൊക്കെ കാര്യങ്ങളിൽ ഉപയോഗിക്കാം അല്ലേ പോഡ്കാസ്റ്റ്, എന്തൊക്കെ കാര്യങ്ങളിലാണ്. ചിലപ്പോൾ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറവാണ്, കാരണം ബ്ലോക്ക് 4 നമുക്ക് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ കുറവാണ്, എന്നാലും നോട്ട് ചെയ്ത് വെക്കുക. ലിസണിങ് സ്കിൽസ്, വൊക്കാബുലറി, ലേണിംഗ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ്, ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഇതോട് കൂടിയിട്ട് ബ്ലോക്ക് 3 യൂണിറ്റ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. Unit 3, the written word. Writing is a form of human communication that uses signs and symbols to communicate language and emotions. റൈറ്റിംഗ് നമ്മൾ യൂണിറ്റ് 1 തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ റൈറ്റിംഗ് തന്നെയാണ് വീണ്ടും ഇവിടെ കയറി വരുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ഇങ്ങനെ വായിച്ചു പോയാൽ മതി, ഏതെങ്കിലും പോയിന്റ്സ് ഇല്ലാത്തതുണ്ടെങ്കിൽ. റൈറ്റിംഗ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി സിസ്റ്റം ഓഫ് സൈൻസ് ഓർ സിമ്പിൾസ്. സ്പീക്കിംഗ് വിച്ച് ഫങ്ഷൻസ് ഓൺ ദി ബേസിക്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് എലമെൻറ്റ്സ് സച്ച് ആസ് വൊക്കാബുലറി, ഗ്രാമർ ആൻഡ് സെമാൻറ്റിക്സ്. നമ്മൾ പറഞ്ഞ കാര്യമാണ് യൂണിറ്റ് 1. സ്പീക്കിംഗ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണത്? വൊക്കാബുലറി, ഗ്രാമർ, സെമാൻറ്റിക്സ്. എ ടെക്സ്റ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് റൈറ്റിംഗ് ആൻഡ് എ റീഡർ ഈസ് വൺ ഹു റീഡ്സ് എ ടെക്സ്റ്റ്. ഇനി റൈറ്റിംഗ് പ്ലാൻ, ഇതാണ് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗ്രാമർ ലാസ്റ്റാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. എക്സാമ്പിൾസ് ആണ് ചോദ്യം വരിക. ദെൻ റൈറ്റിംഗ് പ്ലാനിൽ ചിലപ്പോൾ ഒരു 5 മാർക്സ് ക്വസ്റ്റ്യനോ ചിലപ്പോൾ ഒരു എസ്സേ ആയിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഈ ഒരു പാഠം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ ഇല്ല. ഓക്കെ, Planning is the first step. Understanding the task is initial step. Organize your thoughts. By means of planning, you will be able to conclude with a convincing argument. Plan out your writing's logical framework and conclusion. Not worry about all of your intricate arguments. Do not diverting from the topic. മെയിൻ ആയിട്ടും നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്ത് വെക്കുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമ്മുടെ മൈൻഡിൽ അതിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരിക. അതേപോലെ തന്നെ ടോപ്പിക്കിൽ നിന്നും ഡൈവേർട്ടായി പോവാതെ വിഷയം മുഴുവനായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുക. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? പ്ലാനിങ്ങിൽ വരുന്നത്. Concision. A short sentence may be a combination of the 5 words. However, if the same meaning can be said in 70, the sentence is not considered to be concise. അതായത് 5 വേർഡ് പറഞ്ഞ് ഒതുക്കേണ്ട ഒരു സാധനം 70 വേർഡ് പറഞ്ഞ് കോംപ്ലക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് ചുരുക്കി എഴുതാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അതാണ് പറയുന്നത്. ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കുക, ഒരു ആശയം സിമ്പിളായി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. Then emphasize. During writing, repetition of important words and phrases to give some words extra weight. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. I myself solved the problem. അതായത് ഞാൻ തന്നെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് എന്ന് നമ്മൾ ഇത്തിരി വെയിറ്റ് ഇട്ട് ഇത്തിരി അഭിമാനത്തിൽ പറയില്ലേ, നമ്മളാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നുള്ളത് കൂടാതെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്നുള്ളത്, ആ ഒരു ഞാൻ എന്നുള്ള വാക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് മൈസെൽഫ് എന്നുള്ളൊരു വാക്ക് കൂടി അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഐ സോൾവ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ആ ഞാനാണ് സോൾവ് ചെയ്തതെന്ന് കുറച്ചുകൂടി കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഐ മൈസെൽഫ് സോൾവ് ദി പ്രോബ്ലം, അതാണ് എംഫസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then rhythm. Punctuation and word stresses patterns in sentences determine the rhythm of writing. Short sentences make your information more concise, where long ones sound more formal. അതായത് ഷോർട്ട് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഇൻഫോർമൽ ആയിട്ടുള്ള മെത്തേഡായിട്ടും, ലോങ് വൺസ് ആണെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള മെത്തേഡായിട്ടും തോന്നാനുള്ള ചാൻസ് ഉണ്ട്. യുവർ റൈറ്റിംഗ് ബിക്കംസ് മോണോട്ടോണസ്
when each sentence has the same pace and structure. ഇതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടതൊന്നുമില്ല, അതായത് ഒരേ വേഗതയിലും ഒരേ സ്ട്രക്ചറിലും റൈമിംഗ് വേർഡ്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് റിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ കൊടുത്താൽ എക്സാമ്പിൾ തന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് ഗ്രാമർ സെക്ഷൻ, ഇതിൽ വരുന്ന ഗ്രാമർ സെക്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതാണിത്. ദി പോട്ട് ഈസ് ഹോട്ട്. കണ്ടോ, പോട്ട് ആൻഡ് ഹോട്ട്, പോട്ടും ഹോട്ടും ഒരേ രീതിയിലുള്ള ആ ഒരു റിതമാണ് വരുന്നത് അവിടെ. ദെൻ എ മാൻ ഈസ് ഇൻ ദി വാൻ, മാൻ വാൻ, അവിടെ ഒരേ റിതം അല്ലേ വന്നത്. അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ വെറൈറ്റി, എന്താണ്, ഓരോ രീതിയിലുള്ള ആ ഒരു സ്റ്റൈൽ, റൈറ്റിംഗ് സ്റ്റൈല് അതേപോലെ തന്നെ മുന്നേ എങ്ങനെയാണോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, മുന്നേ എങ്ങനെയാണോ ആൾക്കാർ എഴുതിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ കൊണ്ടുവരാതെ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എന്തെങ്കിലും രീതിയിലുള്ള വെറൈറ്റി എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കുക. നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈലിലും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിലും കൊണ്ടുവരാനായിട്ട് നോക്കാം. എങ്ങനെയാണ് കൊണ്ടുവരിക? ലെസണിങ് റിപ്പീറ്റേഷൻ ആൻഡ് എംഫസൈസ് കീ ഐഡിയാസ്, യൂസ് ട്രാൻസിഷൻ വേർഡ്സ്, മിക്സ് അപ്പ് സെൻറ്റൻസ് ലെങ്ത്. എങ്ങനെയാണ് വെറൈറ്റി നമ്മുടെ ലാംഗ്വേജിൽ നമ്മുടെ റൈറ്റിങ്ങിൽ കൊണ്ടുവരിക എന്നുള്ളത് ചിലപ്പോൾ 2 മാർക്സോ അല്ലെങ്കിൽ 1 മാർക്കിനോ 1 വേർഡായിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലും 2 പോയിന്റ് പഠിച്ചു വെക്കാം കേട്ടോ. ലെസണിങ് റിപ്പീറ്റേഷൻ, എംഫസൈസ് കീ ഐഡിയാസ്, യൂസ് ട്രാൻസിഷൻ വേർഡ്സ്, മിക്സ് അപ്പ് സെൻറ്റൻസ് ലെങ്ത്. ഇനി ഡിക്ഷൻ. ഡിക്ഷൻ റെഫേഴ്സ് ടു റൈറ്റേഴ്സ് ചോയ്സ് ഓഫ് വേർഡ്സ്. റൈറ്റേഴ്സ് ചോയ്സ് ഓഫ് വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എഴുതുന്ന ആളുടെ ആ ഒരു ചോയ്സ് ആണ് ശരിക്കും ഡിക്ഷൻ എന്ന് പറയുന്നത്. 1 മാർക്കായിട്ട് ക്വസ്റ്റ്യൻ വരാം, ഏതൊക്കെ ടൈപ്പ് ഡിക്ഷൻസ് ഉണ്ട് എന്നുള്ളത്. 2 ടൈപ്പ് ഡിക്ഷൻസ് ആണുള്ളത്, ഫോർമൽ ഡിക്ഷൻ ആൻഡ് ഇൻഫോർമൽ ഡിക്ഷൻ. ഫോർമൽ ഡിക്ഷനും ഉണ്ട്, ഇൻഫോർമൽ ഡിക്ഷനും ഉണ്ട്. ഇനി ഫോർമൽ ഡിക്ഷൻ. യൂസ് ഓഫ് ഫോർമൽ ലാംഗ്വേജ് യൂസസ് കോംപ്ലെക്സ് വൊക്കാബുലറി ആൻഡ് അഡേഴ്സ് ടു ഗ്രാമാറ്റിക് കൺവെൻഷൻസ്. Example of this kind of diction give formal presentations, addresses, new conferences, etc. അപ്പോൾ ഫോർമൽ ഡിക്ഷനിൽ മെയിനായിട്ടും എന്താണ്, ഫോർമൽ പ്രസൻറ്റേഷൻസ് ആണ് വരുന്നത്. പിന്നെ ന്യൂ കോൺഫറൻസസ് ഒക്കെ അഡ്രസ്സ് ചെയ്യണ സമയത്ത് ഫോർമൽ ഡിക്ഷൻ ആണ് വരുന്നത്. ഫോർമൽ ഡിക്ഷനിൽ മെയിനായിട്ടും കോംപ്ലെക്സ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ്, അതായത് സിമ്പിൾ ആയിട്ടല്ലാതെ കോംപ്ലെക്സ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ്. അതേപോലെ തന്നെ ഗ്രാമറൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരുന്നതാണ് ഏതിൽ, ഫോർമൽ ഡിക്ഷനിൽ. ഇനി ഇൻഫോർമൽ ഡിക്ഷൻ എന്താണ്, നമ്മൾ എവറി ഡേ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വായിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്, ഇൻഫോർമൽ ഡിക്ഷനിൽ വരുന്നതാണ്. അതായത് നമ്മൾ ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഏതാണ് വരുന്നത്, ഇൻഫോർമൽ ഡിക്ഷനാണ് വരുന്നത്. ഈ ഇൻഫോർമൽ ഡിക്ഷൻ ഇങ്ങനെ എവറിഡേ ലൈഫിൽ മാത്രമല്ലാതെ പല നോവൽസിലും അതേപോലെ തന്നെ ചെറുകഥകളിലൊക്കെ നമ്മൾ ബഷീറിൻ്റെയൊക്കെ നോവൽസ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഒരു ഫോർമാലിറ്റി ഇല്ലാതെ എങ്ങനെയാണോ അത് അവതരിപ്പിച്ചിരിക്കുന്നത് അതേ രീതിയിൽ ആളുടേതായിട്ടുള്ള വെറൈറ്റി സ്കിൽ ഓഫ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ ഒരു എഴുത്തെന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ മീനിങ്. There are 2 possible meanings for words. ഒരു വേർഡിന്, ഒരു വാക്കിന് 2 ടൈപ്പ് മീനിങ്സ് ആണുള്ളത്. ഒന്ന് ഡിനോട്ടേഷനും മറ്റൊന്ന് കൊനോട്ടേഷനും. ഡിനോട്ടേഷൻ ആൻഡ് കൊനോട്ടേഷൻ. ഡിനോട്ടേഷൻ റിലേറ്റ്സ് ടു ദി വേർഡ്സ് സ്ട്രേറ്റ് ഫോർവേഡ് കൺവെൻഷണൽ മീനിങ് ആൻഡ് യൂസ്. ഇനി കൊനോട്ടേഷൻ refers to how a term is applied in a certain context including the words numerous applications, associations, linkages. അതായത് ഡിനോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വേർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഡിനോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൊനോട്ടേഷൻ ആണെങ്കിലോ ആ വേർഡ് എവിടെയൊക്കെ എപ്പോൾ ഒക്കെ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എന്തൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അത് വരുന്നത്, അങ്ങനെയുള്ള ആ ഒരു ലിങ്കേജ് ഒക്കെ കാണിക്കുന്നതാണ് ഏത്, കൊനോട്ടേഷൻ വേർഡ്സ്. അതായത് മെയിനായിട്ട് നമ്മൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ എന്ന് പറയാം, അത് ചിലപ്പോൾ കളിയാക്കിയിട്ട്, അതായത് അഗ്ലി ആയിട്ടുള്ള ഒരു സാധനത്തിനെ ആയിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നുണ്ടാവുക. അങ്ങനെ പറയുമ്പോൾ അത് നേരെ റിവേഴ്സ് ആയിട്ടുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്, കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതായത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ എന്നുള്ള രീതിയിൽ നമ്മൾ കളിയാക്കി പറയില്ലേ, അതൊക്കെ ഇതിൽ വരുന്നതാണ്, കൊനോട്ടേഷനിൽ വരുന്നതാണ്. ദെൻ clarify and simplicity in writing. Some suggestions for improving the clarity improve ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, 4 എണ്ണമാണ് ഉള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സ്പീക്ക് ഇറ്റ് ഔട്ട് ലൗഡ്, ഡബിൾ ചെക്ക് യുവർ മീനിങ്, സ്പീക്ക് പ്ലെയിൻലി. അതായത് കോംപ്ലെക്സ് ഇസ് സിമ്പിൾ ഇസ് ഡിഫിക്കൾട്ട്. അതായത് ഈ ഒരു സെൻറ്റൻസ് 2-3 വട്ടം വായിച്ചാൽ അതിൽ എന്താ പറയണമെന്ന് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കോംപ്ലെക്സ് ആയിട്ട് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ തന്നെ ഈ മെഗാറേഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ചുരുക്കി പറയേണ്ടി വരികയാണ്, സിമ്പിളാക്കി കൊണ്ട് പറയേണ്ടി വരികയാണ്. ആ ഒരു കാര്യം എത്രത്തോളം ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കി പറയേണ്ടി വരികയാണ്. അതേസമയം കോംപ്ലെക്സ് ആയി പറയുകയാണെങ്കിൽ, കുറേ അധികം ഉദാഹരണങ്ങൾ വെച്ച് വിവരിച്ച് പറയുകയാണെങ്കിൽ അതാണ് ശരിക്കും എളുപ്പമെന്ന് പറയുന്നത്. ഒരു കാര്യം ചുരുക്കി പറയലാണ് ഒരു ടാസ്ക്, അതായത് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യം. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സിമ്പിൾ ഇസ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്.
ദെൻ ഫിഗറേറ്റീവ് സ്പീച്ചിൽ മെയിനായിട്ട് വരുന്നത് സിമിലീസ്, മെറ്റഫേഴ്സ്, പേഴ്സോണിഫിക്കേഷൻ, ഇഡിയംസ്, അലൂഷൻസ്, ഇതെല്ലാം എന്താണ് ഫിഗറേറ്റീവ് സ്പീച്ചാണ്. ആണ് കേട്ടോ അവിടെ ഫിഗറേറ്റീവ് ലാംഗ്വേജിലാണ് വരുന്നത്. ദെൻ അപ്പോൾ 4 എണ്ണമാണ് എന്തുള്ളത് റൈറ്റിങ്ങിൽ സിംപ്ലിസിറ്റി കൊണ്ടുവരാനായിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് വൺ ഓർഗനൈസിങ്. ഡിസ്ക്രൈബ് ഇൻ മോർ ഡീറ്റെയിൽസ്, ഫൈൻഡ് ഔട്ട് ഇസ് ദർ എനി മിസ്സിംഗ് പീസസ്, ഗെറ്റ് ദാറ്റ് നോളജ്, പുട്ട് ദിയർ കൺസെപ്റ്റ്സ് ഇൻ എ കൊഹറൻറ്റ് ഓർഡർ. അതായത് ഓർഗനൈസിങ്ങിൽ മെയിനായിട്ടും എന്താണ് നമുക്ക് കൊണ്ടുവരേണ്ടത്, അതിലിനി എന്തൊക്കെ ഡീറ്റെയിൽസ് ചേർക്കാൻ പറ്റും, അതേപോലെ തന്നെ എന്തൊക്കെയാണ് വിട്ടുപോയിട്ടുള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇത് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് ആൻഡ് റിവിഷൻ. കമ്പൈനിങ് പ്രീവിയസ്ലി പ്ലാൻഡ് കൺസെപ്റ്റ്സ് വിത്ത് ഫ്രഷ് ഐഡിയാസ്, keeping in mind the standards of grammar, taking the target audience into the account. അതായത് ഏത് രീതിയിലുള്ള ആൾക്കാരിലേക്കാണോ അത് എത്തിക്കേണ്ടത് അവരെ കൂടി കണക്കിൽ പരിഗണിച്ചുകൊണ്ടുള്ള എഴുത്തായിരിക്കണം. അതേപോലെ തന്നെ ഗ്രാമർ ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ പഴയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഐഡിയാസ്, പഴയത് മീൻസ് ആദ്യം നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്നതാണ് എഴുതേണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഐഡിയാസ് ഉണ്ടല്ലോ, അതിന് കൂടെ ഫ്രഷ് ആയിട്ട് നമുക്ക് പുതിയത് എന്തെങ്കിലും ഉള്ള ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് എന്ത് ഡ്രാഫ്റ്റ് ആൻഡ് റിവിഷൻ എന്ന് പറയുന്നത്. ദി ഫോളോയിങ് ആർ ഡൺ ത്രൂ എഡിറ്റിംഗ് സ്റ്റേജസ്. എഡിറ്റിംഗ് സ്റ്റേജസിലൂടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ചെക്ക് ദി ഗ്രാമർ, വെരിഫൈ സ്പെല്ലിംഗ്, ഗോ ത്രൂ ദിയർ പ്രൊനൗൺസിയേഷൻ, ചെക്ക് ദി കൺസെപ്റ്റ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്തൊക്കെയാണ് എഡിറ്റിംഗ് സ്റ്റേജസിലൂടെ നടക്കുന്നത്? ഗ്രാമർ ചെക്ക് ചെയ്യുന്നുണ്ട്, സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്, പ്രൊനൗൺസിയേഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കൺസെപ്റ്റും ഒബ്ജക്റ്റീവ്സും ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ 2 ways ഓഫ് എഡിറ്റിംഗ്. 2 രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഒന്ന് സെൽഫ് എഡിറ്റിംഗ് ആൻഡ് പിയർ എഡിറ്റിംഗ്. പേരിൽ നിന്ന് തന്നെ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവും. സെൽഫ് എഡിറ്റിംഗ് എന്താണ്? നമ്മളെ തന്നെ അനാലിസിസ് ചെയ്യുക, നമ്മുടെ വർക്ക് നമ്മൾ തന്നെ അനാലിസിസ് ചെയ്യുക, അതാണ് സെൽഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. പിയർ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള ആ ഒരു സെയിം ഏജിലുള്ള ആൾക്കാർ, നമ്മുടെ ആ ഒരു സർക്കിളിലുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് പിയർ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. Self-editing is the process of revising one's own writing. ഒരാളുടെ സ്വന്തമായിട്ടുള്ള റൈറ്റിംഗ് ഡിസ്കസ് ചെയ്യുന്നതാണ്, അത് റിവൈസ് ചെയ്യുന്നതാണ് ഏത് സെൽഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. When a peer reviews a paper, peer editing takes place through peer editing, reviewing one's own paper, discussing thoughts and viewpoints and collaborating with a peer, etc. Then editing helps to. Editing കൊണ്ട് എന്തൊക്കെയാണ് ഉപകാരങ്ങൾ? Use suggestions and comments, change the text's order and make any necessary modifications, develop concepts, write their essays again. ഈ 4 ഹെൽപ്സ് ആണ് എഡിറ്റിങ്ങിലൂടെ കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ ചാൻസ് കുറവാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദി വെൽ റിട്ടൺ സെൻറ്റൻസ്. ക്ലാരിഫൈ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലാരിഫൈ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദി റീഡർ വാട്ട് ദി ഓതർ വാണ്ട് ടു കൺവേ. അതായത് റൈറ്ററിന് എന്താണ് കൺവേ ചെയ്യാനുള്ളത് എന്ന് റീഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ശരിക്കും ക്ലാരിഫൈ എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ഹൗ വെൽ ഇറ്റ് റീഡ്സ് ആൻഡ് ഡ്രോസ് അവർ അറ്റൻഷൻ വിത്ത് ഇറ്റ് സിംപ്ലിസിറ്റി, ഫ്രഷ്നെസ്, സൗണ്ട് ആൻഡ് റിതം. നമ്മുടെ ശബ്ദവും നമ്മുടെ സിംപ്ലിസിറ്റിയും അതേപോലെ തന്നെ ഫ്രഷ്നെസ്സും കൊണ്ട് ആ ഒരു റീഡറിന്, വായിക്കുന്ന ആളുടെ അറ്റൻഷൻ എത്രത്തോളം ഗ്രാബ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? Then collocations. Predictable word sequences are known as collocations. Simply 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഈസ് collocations? എന്താണ് predictable word sequences? അതിന് എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആസ്ക് എ ഫേവർ, മേക്ക് എ ലിസ്റ്റ്, പേ എ വിസിറ്റ്, ഗോ ഇൻസൈൻ. അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഉപകാരം ചോദിക്കുക, അതായത് മേക്ക് എ ലിസ്റ്റ്, ഒരു പട്ടിക തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന കൊളോക്കേഷൻസ്, ദാറ്റ് ഈസ് കൊളോക്കേഷൻസ്. ആ കൊളോക്കേഷൻസ് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പങ്ക്ച്വേഷൻസ്, ദി ടൂൾ ദാറ്റ് ഹെൽപ്സ് us ഓർഗനൈസ് അവർ തിങ്കിങ് ആൻഡ് മേക്ക് ഇറ്റ് സിംപ്ലർ ടു അനാലിസിസ് ആൻഡ് എക്സ്പ്രസ് അവർ തോട്ട്സ്. എക്സാമ്പിൾ പീരീഡ്, കോമ, അപ്പോസ്ട്രോഫി, കൊട്ടേഷൻ, എക്സ്ക്ലമേഷൻ, ബ്രാക്കറ്റ്സ്, ബ്രേസസ്, ഡാഷ്, ഹൈഫൻ, കോളൻ, സെമി കോളൻ, ഇതെല്ലാം എന്താണ്? പങ്ക്ച്വേഷൻസ് ആണ്. ദെൻ കോമ. പങ്ക്ച്വേഷൻസ് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ പങ്ക്ച്വേഷൻസ് ആഡ് ചെയ്യുക, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. കൂടുതലായിട്ടും കോമ യൂസ് ടു കമ്പൈൻ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് വിത്ത് കൺജക്ഷൻസ് ആൻഡ് ടു ഇംപ്രൂവ് ക്ലാരിറ്റി. ഓക്സ്ഫോർഡ് കോമ. എന്താണ് ഓക്സ്ഫോർഡ് കോമ? ഓക്സ്ഫോർഡ് കോമ ഇസ് ദി കോമ പ്രെസീഡിങ് എ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഇൻ എ സീക്വൻസ്. എക്സാമ്പിളാണ് മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എക്സാമ്പിൾ എന്താണ്? കോമ ഇടേണ്ടത് എവിടെയാണ്? ഐ എൻജോയ്ഡ് ദി കോഫി ആൻഡ്
I liked the tea. I enjoyed the coffee and I liked the tea. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ്. അവിടെ ഒരു കൺജക്ഷൻ കൊണ്ടുവന്നു ആൻഡ് ആ കൺജക്ഷന് മുന്നിലായിട്ട് എന്ത് ചെയ്തു, ആൻഡ് എന്നുള്ള കൺജക്ഷൻ കൊണ്ടുവന്നു, അതിൻ്റെ മുന്നിലായിട്ട് എന്ത് ചെയ്തു, ഒരു കോമ ആഡ് ചെയ്യാണ്. സോ ഒരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങൾക്ക് അതിൽ പഞ്ച്വാക്ഷൻസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ദെൻ അപ്പോസ്ട്രോഫി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. എന്താണ്? പൊസഷൻസ് ആൻഡ് കൺട്രാക്ഷൻസ് ആർ ഇൻഡിക്കേറ്റഡ് യൂസിങ് അപ്പോസ്ട്രോഫീസ്. പൊസഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ, എൻ്റെ, നിൻ്റെ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇറ്റ്സ്, അതിൻ്റെ, മായാസ്, മായയുടെ എന്നൊക്കെ പറയില്ലേ, അതാണ് പൊസഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺട്രാക്ഷൻസ് ആർ ഇൻഡിക്കേറ്റഡ് യൂസിങ് അപ്പോസ്ട്രോഫീസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ കൊട്ടേഷൻ മാർക്ക് ഇൻ ദി ടെക്സ്റ്റ്. എക്സാമ്പിൾ, ഇറ്റ് വാസ് മേരീസ് പെൻ. മേരിയുടെ, മേരീസ് അപ്പോസ്ട്രോഫി കൊണ്ടുവരുന്നതിലൂടെ മേരിയുടെ എന്നുള്ള അർത്ഥം വരികയാണ്. ദെൻ കൊട്ടേഷൻ, വെൻ എനിത്തിങ് ഇസ് ഡയറക്ട്ലി കോപ്പീഡ് ഫ്രം അനദർ വർക്ക്. അതായത് മറ്റൊരാൾ പറഞ്ഞ കാര്യം നമ്മൾ പറയാണ്, അതേപോലെ തന്നെ പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കൊട്ടേഷൻ യൂസ് ചെയ്യും. എക്സാമ്പിൾ, ലീല സെഡ്, ഈസ് ദിസ് മൈ ന്യൂ കാർ? അതായത് ലീല പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഒരു ലീല പറഞ്ഞ സെൻറ്റൻസ് നമ്മൾ എന്താണ്, കൊട്ടേഷൻ മാർക്കിൽ സൂചിപ്പിക്കുകയാണ്. ദെൻ question and exclamation. To use interrogative and exclamatory sentences, use question and exclamatory signs. നമ്മൾ പറഞ്ഞതാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്താണെന്ന് നോക്കിയാൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്ന, ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ് ഇൻറ്ററോഗേറ്റീവിൽ മെയിനായിട്ടും വരുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് യൂസ് ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്ക്ലമേഷൻ സൈൻ. ഇനി ഡാഷ്, ജനറലി നോട്ട് യൂസ്ഡ്. ഡാഷ് എന്നുള്ള ആ ഒരു പങ്ക്ച്വേഷൻ ജനറലി നോട്ട് യൂസ്ഡ് ആണ്. എക്സാമ്പിൾ, ഐ തിങ്ക് ദാറ്റ് ദി ബോയ് ഇസ് എ ഫൂൾ ബട്ട് ഡസൻറ്റ് എവ്രിബഡി തിങ്ക് ദാറ്റ് ദി ബോയ് ഈസ്. എനിക്ക് തോന്നുന്നത് ആ ചെക്കനൊരു പ്രാന്തനാണെന്നാണ്, പക്ഷേ ആ ചെക്കനെ കണ്ട് അങ്ങനെ തോന്നും, ആരെങ്കിലും പറയോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഫസ്റ്റ് ആ ഒരു ആളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഒരു വെളിപ്പെടുത്തി, അതിനുശേഷം ആൾക്ക് ഉള്ള ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയാണ്. അങ്ങനെ രണ്ട് സെൻറ്റൻസസ് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡാഷ് ഉപയോഗിക്കുന്നുണ്ട്. എൻ ഡാഷും ഉണ്ട്, അതേപോലെ തന്നെ എം ഡാഷും ഉണ്ട്. എൻ ഡാഷ് എന്താണ്? സിമിലർ അപ്പിയറൻസ് ടു ഹൈഫൺസ്. എൻ ഡാഷ് സിമിലർ അപ്പിയറൻസ് ടു ഹൈഫൺസ്. ഇനി എൻ ഡാഷ് ഷോർട്ടാണ്, എം ഡാഷ് ലോങ്ങർ ആണ്. അതങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. എൻ ഡാഷ് ഷോർട്ടാണ്, എം ഡാഷ് എന്താണ്? ലോങ്ങർ ആണ്. ഇനി പാരന്തസിസ്, ബ്രാക്കറ്റ്സ്, ബ്രേസസ്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, എവിടേക്കാണ് ഇടേണ്ടത് എന്നുള്ളത് നോക്കിയാൽ മതി. നോൺ എസെൻഷ്യൽ ഡീറ്റെയിൽസ് ദാറ്റ് ക്യാൻ ബി ഒമിറ്റഡ് ഫ്രം ദി സെൻറ്റൻസ് വിതൗട്ട് ചേഞ്ചിങ് മീനിങ് ഓർ നോട്ടഡ് ഇൻ പാരന്തസിസ്. അതായത് ആ ഒരു സെൻറ്റൻസിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എന്നാൽ ജസ്റ്റ് വായിച്ചു പോയാൽ മതി എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്യണത്, പാരന്തസിസിൽ കൂടുതലും യൂസ് ചെയ്യണത്. ഇനി എനി ടൈം ആൻഡ് എക്സ്പ്ലനേഷൻ ഇസ് യൂസ്ഡ്, ദി റൈറ്റർ ഇൻസേർട്സ് എ ബ്രാക്കറ്റ് വിത്തിൻ ദി കോട്ട് ആൻഡ് ദെൻ ക്ലോസസ് ദി ബ്രാക്കറ്റ് ടു കണ്ടിന്യൂ ദി സെൻറ്റൻസ്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാനാണെങ്കിൽ ബ്രാക്കറ്റ് ഇടും, ആൻഡ് ആ ഒരു സെൻറ്റൻസ് ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തിൻ്റെങ്കിലും അർത്ഥമോ കാര്യങ്ങളോ ഒക്കെ പറയാനാണെങ്കിൽ ആ ഒരു ബ്രാക്കറ്റ് ഇടും. ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ആ സെൻറ്റൻസ് അങ്ങനെ തുടരും. ഓക്കെ. Then braces are used to essentially create a list within it. എന്തെങ്കിലും ഒരു ലിസ്റ്റ്, അതായത് ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ബ്രാക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം? ബ്രേസസിനെ പറയാം. ആ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് എന്ത് ശരിക്കും? ബ്രേസസ് എന്ന് പറയുന്നത്. ഇനി എലിപ്സസ് ആ ഡോട്ടില്ലേ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 4 ഡോട്ട്സ്, 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡോട്ട്സ് ഇട്ട് വരുന്നതാണ് എന്ത്? എലിപ്സസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇത് ആ ഒരു സിമ്പൽ തന്നിട്ട് അല്ലെങ്കിൽ എലിപ്സസിൻ്റെ സിമ്പൽ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് 4 ഡോട്ട് ഇടുക, പിന്നെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ കോളൻ, ദി ടെക്സ്റ്റ് ദാറ്റ് കംസ് ആഫ്റ്റർ ദി കോളനി അല്ല കേട്ടോ, കോളൻ മസ്റ്റ് സംഹൗ ജസ്റ്റിഫൈ, വാലിഡേറ്റ് ഓർ ക്യാരക്ടറൈസ് വാട്ട് കെയിം ബിഫോർ ഇറ്റ്. എക്സാമ്പിൾ എന്താണ്? ദി പോലീസ് ആസ്ക്ഡ് മീ വാട്ട് ഈസ് യുവർ നെയിം. അതായത് പോലീസ് എന്നോട് ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം. സെമി കോളൻ, ടു റിലേറ്റഡ് മെയിൻ ക്ലോസസ് ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് എ സെമി കോളൻ. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസസ് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? സെമി കോളൻ ആണ് യൂസ് ചെയ്യുക. നമ്മൾ പലതിലും പറഞ്ഞു 2 റിലേറ്റഡ് ആയിട്ടുള്ള വേർഡുകൾ, സെൻറ്റൻസസ് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ പലതിലും പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ്? റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ആഫ്റ്റർ ബേബീസ് പ്ലേ എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പൂർത്തിയാവണമെങ്കിൽ സെമികോളൻ കഴിഞ്ഞിട്ടുള്ള വാക്ക് കൂടി, ആ ഒരു സെൻറ്റൻസ് കൂടി അവിടെ ആഡ് ചെയ്യണം. എന്താണ്? ആഫ്റ്റർ ബേബീസ് പ്ലേ ദി മദർ ഹാഡ് ടു ക്ലീൻ ഇറ്റ് അപ്പ്. അതായത് കുട്ടീൻ്റെ കളി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അമ്മയ്ക്ക് അവിടേക്ക് വൃത്തിയാക്കണം എന്ന് പറയാണ്. കുട്ടിയുടെ കളി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെമികോളൻ വരികയാണ്. അങ്ങനെ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ സെമികോളൻ കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസ് കൂടി അവിടെ അത്യാവശ്യമാണ്. സോ നമ്മൾ എന്താണ്? യൂണിറ്റ് 3യും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 4 കൺവെൻഷൻസ് ആൻഡ് സോഷ്യൽ മീഡിയ റൈറ്റിംഗ്. ഈ ചാപ്റ്ററും
ഒന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ അല്ല. ചിലപ്പോൾ ഒരു 1 വേർഡ്സോ അല്ലെങ്കിൽ ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനോ ആണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് മാക്സിമം. അതായത് ബ്ലോക്ക് 4ൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ബ്ലോക്ക് 3യിലെ ഒരു ചാപ്റ്റേഴ്സിനും ഇല്ല. ബ്ലോക്ക് 4 ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സ്കിപ്പ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിക്ക് എടുക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ബ്ലോക്ക് 3യിൽ കൂടുതലായിട്ടും വരുന്നത്. ഹൗ ടു റൈറ്റ് ക്രിയേറ്റീവ്ലി ഫോർ സോഷ്യൽ പ്ലാറ്റ്ഫോംസ്. എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് റൈറ്റ് ചെയ്യുന്നത്? 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നോളജ്, കൺസിഡറേഷൻ, ഡെസിഷൻ. നോളജിൽ എന്താ വരുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം സോൾവ് ചെയ്യുക. അതായത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണ പോലെ ഭയങ്കര അങ്ങനത്തെ രീതിയിലുള്ളതല്ല. എന്തെങ്കിലും കാര്യം, ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് 4ാം തീയതി എക്സാമാണ് അല്ലേ, മറ്റന്നാൾ നിങ്ങൾക്ക് എക്സാമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നം പഠിക്കാൻ പറ്റാത്ത, അതായത് പോയിന്റ് നോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണ്. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്ന നിലയ്ക്ക് വേണം നമ്മളെപ്പോഴും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ദെൻ കൺസിഡറേഷൻ. യുവർ കൺസ്യൂമേഴ്സ് വിൽ ബി ക്യൂരിയസ് ടു ലേൺ മോർ about what you do and your method of operation if your content is engaging. അതായത് എന്താ, നമ്മളിടുന്ന കണ്ടന്റ് എൻഗേജിങ് ആണെങ്കിൽ, അവർക്ക് കൂടി ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആരുടെ ഇടയിലുണ്ടാവും? ഓഡിയൻസിൻ്റെ ഇടയിലുണ്ടാവും. ദെൻ ഡിസിഷൻ. അലോസ് കൺസ്യൂമേഴ്സ് ടു മേക്ക് ദി ഫൈനൽ ഡിസിഷൻ. അതായത് ഏത് ടൈപ്പ് ഓഡിയൻസിലേക്കാണ് എത്തിക്കേണ്ടത്, ഏത് ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത്, നമ്മുടെ ഓഡിയൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, വീഡിയോസ് ആയാലും ഓഡിയോസ് ആയാലും എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ബിഹേവ് ചെയ്യാനായിട്ട് നോക്കുക, സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാനായിട്ട് നോക്കുക. Then some online tools that will help in making error-free contents. Error-free contents, അതായത് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ്. അങ്ങനെ തെറ്റ് വരാത്ത രീതിയിലുള്ള കണ്ടൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഓൺലൈൻ ടൂൾസ് ആണ്. ഇതായിരിക്കാം ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാമർലി. ഗ്രാമർലി എന്ന് പറയുന്നത് അതായത് ഒരു ന്യൂ വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, എന്തെങ്കിലും ഒരു പങ്ക്ച്വേഷൻ, അത് ഇമ്മീഡിയറ്റ്ലി അവിടെ വേറെ രീതിയിൽ റീപ്ലേസ് ചെയ്യും. അതായത് നമ്മൾ തെറ്റായിട്ട് അടിച്ചാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഓട്ടോമാറ്റിക്കലി വേറൊരു വേർഡായിട്ട് അത് ഫ്രേസ് ചെയ്യുന്ന, ആ ഒരു വേർഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ഏതിൽ വരുന്നത്? ഗ്രാമർലിയിൽ വരുന്നത്. ഓൾസോ സജസ്റ്റ് മോഡിഫിക്കേഷൻസ് യു മേ അപ്ലൈ വിത്ത് എ സിംഗിൾ ടിക്ക്. അതായത് അവരിങ്ങനെ ചോദിക്കും, ഇവിടെ ഇന്നത് ചേർക്കണോ എന്നുള്ള ഒരു മോഡിഫിക്കേഷൻസും നമുക്ക് വരും സജഷനായിട്ട്. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഹെമിംഗ്വേ ആപ്പ്. ഹെമിംഗ്വേ ആപ്പ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ സിമ്പിൾ ആൻഡ് കൺസൈസ് റൈറ്റിംഗ്. അതായത് കൺസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചുരുക്കി എഴുതാനും സിമ്പിളാക്കി എഴുതാനും ഏതുകൊണ്ട് സഹായിക്കും? ഹെമിംഗ്വേ ആപ്പിലൂടെ സഹായിക്കും. ഹെൽപ്സ് യു റൈറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇറ്റ് ഹൈലൈറ്റ്സ് എക്സസീവ്ലി കോംപ്ലക്സ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്, ലെങ്തി സെൻറ്റൻസസ് എക്സെട്ര. അതായത് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ്, കുറേ അധികം നീണ്ടു കിടക്കുന്ന സെൻറ്റൻസസ്, ഇതൊക്കെ എന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഏത് ആപ്പിലൂടെ? ഹെമിംഗ്വേ ആപ്പിലൂടെ. ദെൻ third one, Zen Pen. It's a simple writing space where you can shut out all distractions and focus on what matters. അതായത് എന്താണോ ചെയ്യുന്നത് അതിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കി തരികയാണ് ഏതിലൂടെ? Zen Pen ആപ്പിലൂടെ. Then lately plus Hootsuite. അതിലെന്താ വരുന്നത്? It's aids in producing social media captions automatically from text. നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ നിന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ, സോഷ്യൽ മീഡിയയിൽ ക്യാപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ആവുന്ന രീതിയിലാണ് ഏത് വന്നിരിക്കുന്നത്? ലേറ്റ്ലി പ്ലസ് ഹൂട്ട്സ്യൂട്ട് വന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ കീ വേർഡ്സ് ആൻഡ് ഫ്രേസസ് വിച്ച് ഇൻക്രീസസ് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് ആൻഡ് ജനറേറ്റ്സ് കണ്ടന്റ്. അതായത് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് ഏത് രീതിയിലാണ്? ആ രീതിയിലുള്ള കീവേഡ്സ് എല്ലാം സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ക്യാപ്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രൂപത്തിലാണ് ലേറ്റ്ലി പ്ലസ് ഹൂട്ട്സ്യൂട്ട് ഉള്ളത്. Then Ginger. You can write materials with this word processing program. You will get feedback in real time while do so. അതായത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടേതായിട്ടുള്ള ഫീഡ്ബാക്ക് തരും എന്നാണ് പറയണത്. ഏത് ആപ്പിൽ? ജിഞ്ചർ ആപ്പിൽ. പ്രൊവൈഡ്സ് ഗ്രാമർ ചെക്കർ ആൻഡ് സെൻറ്റൻസ് റീഫ്രേസിംഗ് സിസ്റ്റം ടു ഓഫർ യു സജഷൻസ് ഓൺ ഹൗ ടു മേക്ക് യുവർ റൈറ്റിംഗ് ബെറ്റർ. നമ്മുടെ റൈറ്റിംഗ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള സജഷൻസും അതേപോലെ തന്നെ ഗ്രാമർ ചെക്ക് ചെയ്യാനും ഏത് സഹായിക്കുന്നുണ്ട്? ജിഞ്ചർ ആപ്പ് സഹായിക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് തരുന്ന രീതിയിൽ ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ഏതാണ്? ജിഞ്ചർ.
ദെൻ അപ്പോൾ അത് കഴിഞ്ഞു ആ ഒരു സെക്ഷൻ. ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റിയത് ആ ഒരു സെക്ഷനാണ്. ദെൻ ഫേസ്ബുക്ക് പോസ്റ്റ് ആൻഡ് ബ്ലോഗ് ആർട്ടിക്കിൾസ്, ഫോംസ് ഓഫ് സോഷ്യൽ മീഡിയ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പല ഭാഗത്തായിട്ട് പല യൂണിറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ലാസ്റ്റ് ഭാഗത്തൊക്കെ കുറേ അതാണ്, ആ ഒരു റൈറ്റിംഗ് സിസ്റ്റം, സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സൈബർ കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയാണ് ഏതിൽ വരുന്നത്, ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്നത്. നമ്മൾ അതൊക്കെ യൂണിറ്റ് ബ്ലോക്ക് 4-ലാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് ചാപ്റ്ററിൽ എന്തോ ഡീൽ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ. Then, first one, social networking sites. Let you connect with people who share identical interests. Example, Facebook, Instagram, LinkedIn ഒക്കെ നമ്മൾ ഈ ഒരു ലൈവിൽ തന്നെ, ഈ ഒരു ലൈവല്ല, ഈ ഒരു മെഗാ സെഷനിൽ തന്നെ പറഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ. Then, second one, bookmarking sites. Websites that let you save, organize and handle links to numerous websites and online resources are known as bookmarking sites. അതായത് വെബ്സൈറ്റ് ആണ് ശരിക്കും ബുക്ക് സൈറ്റ് എന്ന് പറയുന്നത്, വെബ്സൈറ്റ് ആണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. ഈ ഒരു സ്ലൈഡ്സിൽ എക്സാമ്പിൾസ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഏത് ബുക്ക് മാർക്കിംഗ് സൈറ്റ്സിൻ്റെ എക്സാമ്പിൾ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൻ്റെ എക്സാമ്പിൾ പിന്നെ നമുക്ക് അറിയണതാണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡ്ഇൻ. ദെൻ ബുക്ക് മാർക്കിംഗ് സൈറ്റ്സിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കണം. എന്താണ്? സ്റ്റംബിൾ അപ്പോൺ ആൻഡ് ഡെലീഷ്യസ്. സ്റ്റംബിൾ അപ്പോൺ ഡെലീഷ്യസ് പറഞ്ഞ് പഠിക്കുക കേട്ടോ, സ്പെല്ലിംഗ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അത് പറഞ്ഞ് പഠിക്കുക, അപ്പോൾ അത് മൈൻഡിൽ കയറിക്കോളും. ദെൻ അതൊരു വെബ്സൈറ്റ് ആണ്. അതിലെന്താണുള്ളത്? ഹാൻഡിൽ ലിങ്ക്സ് ടു ന്യൂമറസ് വെബ്സൈറ്റ്സ്, അതായത് കുറേയധികം വെബ്സൈറ്റ്സിലേക്കുള്ള ലിങ്ക് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു ഓൺലൈൻ റിസോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ബുക്ക് മാർക്കിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഡെഫിനിഷൻ പഠിക്കേണ്ട, എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. Then, social news. Services that let users vote on news items and post links to articles on other news items. അതായത് ന്യൂസ് ഐറ്റംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രാഫൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില പോസ്റ്റിൽ. അങ്ങനെയുള്ളതാണ് എന്തിൽ വരുന്നത്? സോഷ്യൽ ന്യൂസിൽ വരുന്നത്. എക്സാമ്പിൾ എന്താണ്? റെഡിറ്റ്, ഡിഗ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻ്റ്. Then, media sharing websites. Services that let you post and share different types of items such as images and videos. ഇമേജസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതിലാണ്? യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ യൂട്യൂബ് എക്സാമ്പിൾ ആയിട്ട് ഏതാ? യൂട്യൂബ്, ഫ്ലിക്കർ. ദെൻ മീഡിയ ഷെയറിംഗ് വെബ്സൈറ്റ്സ് ആണ്. അതിനെല്ലാത്തിനും എക്സാമ്പിൾ ആണ് പഠിച്ചേക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെല്ലാത്തിനും എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ microblogging. Services can concentrate on brief updates that are sent to everyone who have signed in to receive them. Example എന്താണ്? ട്വിറ്റർ. എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു എക്സാമ്പിളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണ്? ട്വിറ്റർ. ബ്ലോഗ് comments and forums. Similar to other comments, blog comments are attached to blogs and frequently discuss the subject of the blog article. എക്സാമ്പിൾ എന്താ വരുന്നത്? RSS feeds. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. RSS feeds. ഇതിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഓരോന്നിൻ്റെയും ഹെഡിങ് എഴുതുക, അതിന് നേരെയുള്ള എക്സാമ്പിൾ ഒരു പേജിൽ എഴുതി വയ്ക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മൈൻഡിലാവുന്നതായിരിക്കും കേട്ടോ. ദെൻ ഇനി ഫ്യൂ തിങ്സ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് വൈൽ റൈറ്റിംഗ് സോഷ്യൽ മീഡിയ മെസ്സേജസ്. സോഷ്യൽ മീഡിയ മെസ്സേജസ് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മൈൻഡിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഷോർട്ട് ബട്ട് ഇൻ്റലിജൻറ്റ് റൈറ്റിംഗ്. ചെറുതായിരിക്കണം പക്ഷേ എന്നാൽ ഇൻ്റലിജൻ്റ് ആയിട്ട് അത്യാവശ്യം സ്മാർട്ട് ആയിട്ടുള്ള വർക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? എഴുതാനായിട്ട് ശ്രമിക്കണം. ദി എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് പ്രൊഡ്യൂസിങ് സോഷ്യൽ മീഡിയ കണ്ടന്റ് ഇസ് ഡെവലപ്പിംഗ് കോൺക്രീറ്റ്, കൺസൈസ് ആൻഡ് ഫാസിനേറ്റിംഗ് കണ്ടന്റ്. ദി ഹെഡ്ലൈൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ടെക്സ്റ്റ്. ഇങ്ങനെയുള്ള ടെക്സ്റ്റിൽ, അതായത് ഈ പറയുന്ന രീതിയിലുള്ള ടെക്സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈൻ ആണ്. ഹെഡ്ലൈൻ കണ്ട് ആകർഷിച്ച് വേണം ആ പോസ്റ്റ് വായിക്കാൻ വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ. Headlines need to be attractive. There are character limits on certain social media platforms. 280 characters on Twitter. In Facebook, there is no word restriction, so try for 1 to 2 brief sentences. In Instagram also, there is no word restriction, but try to limit your post to 1 or 2 sentences. You are welcome to use an emoji. അതായത് ഹെഡ്ലൈൻ എന്തായിരിക്കണം? ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കുന്ന രീതിയിലായിരിക്കണം എന്തുള്ളത്? ഹെഡ്ലൈൻ ഉള്ളത്. അതായത് ക്യാരക്ടർ ലിമിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 20 വാക്കേ 20 ലെറ്ററേ ഇതിൽ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കില്ല. അതാണ് ക്യാരക്ടർ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ട്വിറ്ററിൽ ക്യാരക്ടർ ലിമിറ്റ്സ് ഉണ്ട്. എത്രയാണ്? 280 ആണ് ക്യാരക്ടർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ ആ ഒരു വേർഡ് റെസ്ട്രിക്ഷൻ ഇല്ല, പക്ഷേ 1-2 വാക്കിൽ 1-2 സെൻറ്റൻസിൽ അത് ഒതുക്കാനാണ് പറയണത്. ആ ഒരു പോസ്റ്റ് ഒതുക്കാനാണ് പറയണത്. ദെൻ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ലിമിറ്റ് ഒന്നുമില്ല, അതായത് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, വേർഡ് റെസ്ട്രിക്ഷൻ ഇല്ല, പക്ഷേ അവരും പ്രിഫർ ചെയ്യുന്നത് എന്താണ്? 1-2 സെൻറ്റൻസസിൽ ലിമിറ്റ് ചെയ്യാനാണ്. ദെൻ നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? മിമോജീസും ഉപയോഗിക്കാം.
ഇനി എൻഗേജ്മെൻറ്റ്, ഹോൾഡിംഗ് കോമ്പറ്റീഷൻസ്, ആസ്കിംഗ് ദി ഓഡിയൻസ് ടു ആൻസർ എ ക്വസ്റ്റ്യൻ ക്യാൻ ബൂസ്റ്റ് എൻഗേജ്മെൻറ്റ്. പോപ്പുലർ ഹാഷ് ടാഗ്സ് ആർ പിക്ഡ് അപ്രോപ്രിയേറ്റ്ലി. അതായത് ഓഡിയൻസിനെയും കൂടി എൻഗേജ്ഡ് ആയിപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് കൂടി തോന്നണം ഇൻ്ററാക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടാനായിട്ട് വേണ്ടിയിട്ട്. ഹാഷ് ടാഗ്സും നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏത് രീതിയിൽ കണ്ടൻ്റ് ആണോ ആ കണ്ടൻറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹാഷ് ടാഗ്സും ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇനി കൺസിസ്റ്റൻസി, ദി മെസ്സേജസ് മസ്റ്റ് കൺവേ ദി ബ്രാൻഡ്സ് ഇമേജ്. കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീക്ക്ലി ആയിക്കോട്ടെ മന്ത്ലി ആയിക്കോട്ടെ ആ ഒരു രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് പോവുക. ആൻഡ് ദി മെസ്സേജസ് മസ്റ്റ് കൺവേ ദി ബ്രാൻഡ്സ് ഇമേജ്. ഇനി ഗെറ്റ് ഓൺ ബോർഡ് വിത്ത് ദി ലേറ്റസ്റ്റ് സോഷ്യൽ മീഡിയ ട്രെൻഡ്സ്. ട്രെൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹൈലി അഡ്വൈസ്ഡ് ടു ഇൻകോപ്പറേറ്റ് കമ്പോണൻസ് ഓഫ് റീസെൻറ്റ് സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് ഇൻ ടു യുവർ പീസ് ഓഫ് കണ്ടന്റ് റൈറ്റിംഗ് ഫോർ സോഷ്യൽ മീഡിയ ഇൻ ഓർഡർ ടു അട്രാക്ട് പൊട്ടൻഷ്യൽ ക്ലയൻസ്. അതായത് ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന വർക്കിൽ എന്താണോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഒരു പീസ്, അതായത് കോപ്പി അടിക്കാമെന്നല്ല, അതിലെ ഒരു പീസ് കൊണ്ടുവരാനായിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു തീം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്താണോ റീസെൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വർക്കിൽ ആ ഒരു തീം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇനി യു റിയലി മസ്റ്റ് ഇൻകോപ്പറേറ്റ് മീംസ്, ഗിഫ്റ്റ്സ്, വീഡിയോസ് ആൻഡ് അതർ ഐ കാച്ചിങ് ഡിസ്പ്ലേസ്. ഇനി അവോയ്ഡ് പ്ലാഗിയറിസം. സിംപ്ലി കോപ്പിയടി ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. പ്ലാഗിയറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പിയടിയാണ്. ആ കോപ്പിയടി ഒഴിവാക്കുക. എക്സ്ക്ലൂസീവ്ലി ക്രിയേറ്റ് ഒറിജിനൽ കണ്ടന്റ്. മറ്റൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ റീച്ച് ഉണ്ടാക്കാതിരിക്കുക. ഒറിജിനൽ കണ്ടന്റ്, നമ്മൾ യുണീക്ക് ആവാൻ ശ്രമിക്കുക. മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ നോക്കുക. ദെൻ യൂസ് റെഫറൻസസ്. ഇറ്റ് ഇൻക്രീസസ് ദി ലെഗിറ്റിമസി ഓഫ് ദി റൈറ്റിംഗ് ആൻഡ് ക്രിയേറ്റ്സ് ദി ഇംപ്രഷൻ. ലെഗിറ്റിമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നിയമാനുസൃതമായ രീതിയിൽ എന്നൊക്കെ പറയില്ലേ, അതാണ് ലെഗിറ്റിമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു റൈറ്റിങ്ങിലുള്ള ആ ഒരു എബിലിറ്റിയും അതേപോലെ തന്നെ ഇംപ്രഷൻസും നമുക്ക് എന്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കും? റെഫറൻസസിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എഡിറ്റ് തോറോലി. ഫൈനൽ സ്റ്റേജ് ആണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേജ് ആണ്. കീപ് ആസ്കിങ് ദി ക്രൂഷ്യൽ ക്വസ്റ്റ്യൻസ് ടു യുവർ സെൽഫ്. അതായത് ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇനിയും ചേഞ്ചസ് വരുത്തണോ എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക, അല്ലേ? മേക്ക് നെസസറി മോഡിഫിക്കേഷൻസ് ആസ് വെൽ. എന്നിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വരുത്താം. ഓക്കെ, അങ്ങനെ യൂണിറ്റ് 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ബ്ലോക്ക് 3. ബ്ലോക്ക് 3 ബ്ലോക്ക് 4 അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബ്ലോക്ക് 4 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്. ആ ഒരു ബ്ലോക്ക് യൂണിറ്റ് 1 ആയാലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും ബ്ലോക്ക് 4 എല്ലാ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഇനി ബ്ലോക്ക് 4 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക, ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.